സങ്കീർത്തനങ്ങൾ 47:1. ഇരിക്കാം. ഹല്ലേലൂയ. God is good all the time. ഹല്ലേലൂയ. ബൈബിൾ കൊണ്ടുവന്നോ? ആമേൻ. ഹല്ലേലൂയ. സന്തോഷമായി. നിങ്ങൾ കർത്താവ് തിരഞ്ഞെടുത്ത നല്ല ജനമാണ്. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ ഒരു ചെറിയ പ്രാർത്ഥന പറഞ്ഞു തരാം. എപ്പോഴും പ്രാർത്ഥിക്കാൻ നല്ല പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന ഇതാണ്: ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പറയുക: ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതിശക്തമായ പ്രാർത്ഥനയാണിത്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാപിച്ച അനുഗ്രഹങ്ങളെപ്പറ്റി, ആത്മീയ ഉണർവിനെപ്പറ്റി അവരെന്നോട് പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് പേര്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, യൂത്തിന് എവിടെല്ലാം ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവിടെല്ലാം അവർ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രാർത്ഥന അതിശക്തമാണ്. ഈ പ്രാർത്ഥന എന്താണ്? ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവാത്മാവിൽ പറയുന്നു, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പറയുന്നു. ഒരു വചന കൂടാരത്തിൽ ദൈവശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അഭിഷേകത്തിൽ പറയുകയാണ്, ഈ പ്രാർത്ഥന നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും അതിനൊരു ഉത്തരം കിട്ടിയിരിക്കും. ആമേൻ. അത് ഈ പ്രാർത്ഥന അത്രയും ശക്തമാണ്, അത്രയും. അപ്പോൾ ഇത് വളരെ ലളിതമാണ്. ഇത് ഈശോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പറഞ്ഞുകൊണ്ട് നടന്നോണം, എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം. ഈശോയെ, എൻ്റെ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പറയണം: ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പറഞ്ഞുകൊണ്ട് നടക്കുക. കാരണം ഇത് ഈശോ കേൾക്കാൻ കൊതിക്കുന്ന പ്രാർത്ഥനയാണ്. കാരണം അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് ചോദിച്ചു: യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ചോദിച്ചു. ഓരോ തവണയും പത്രോസ് അത് പറയുമ്പോൾ കർത്താവ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു: യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഉത്തരമാണ്: ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കണമെന്നുള്ളവർക്ക് ആ പ്രാർത്ഥനയെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ജീസസ്, മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. ജീസസ്, മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. ഇനി ഇംഗ്ലീഷിൽ പറയണം, ഐ ലവ് യു എന്ന് പറയണമെങ്കിൽ ഇത് പ്രാർത്ഥിച്ചോ: ജീസസ്, മൈ കിങ് ഓഫ് ലവ്, ഐ ലവ് യു. ഇത് അതിശക്തമാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ. രണ്ടാമത്തേത്, മറ്റൊരു പ്രേരണ, മറ്റൊരു പ്രചോദനം ഇന്ന് കിട്ടുന്നത്: ആരാധിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഹല്ലേലൂയ. ആരാധിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചേട്ടന്മാരൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. മറ്റ് പലയിടങ്ങളിലും ഉള്ളതിനേക്കാളും നന്നായിട്ട് ചേട്ടന്മാർ തുറന്ന മനസ്സോടെ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ അതൊരു നല്ല ലക്ഷണമാണ്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, കുറച്ചുകൂടെ നമ്മളെ മറക്കണം. എന്നിട്ട് ദാവീദിനെ പോലെ നൃത്തമാടി ദൈവത്തെ ആരാധിക്കണം. അതായത് ദൈവത്തെ ആരാധിക്കുന്നതിന് ഒരു റിസർവേഷനും പാടില്ല, അതിന് ഒരു ദുരഭിമാനം ഉണ്ടാവാൻ പാടില്ല. അടുത്ത് നിൽക്കുന്നവരെ ഒന്നും നോക്കരുത്, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, അവരെന്ത് വിചാരിക്കും എന്നോർത്ത് ആരാധിക്കാതിരിക്കരുത്. ഇന്നിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി അങ്ങോട്ട് തിരിഞ്ഞുപോയി. എനിക്ക് സന്തോഷമായി. എനിക്ക് സന്തോഷമായി. കാരണം അമ്മച്ചി ഈ പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ വേണം. ഹല്ലേലൂയ. ഞാൻ ഷില്ലോങ്ങിൽ അവിടുത്തെ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ അഭിഷേക ആരാധനയുടെ സമയത്ത് ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു: അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, നമുക്കൊരു പ്രശ്നമുണ്ടെന്നറിയാം. നമ്മൾ ഈ ആരാധന നമ്മൾ നടത്താൻ വേണ്ടി നമ്മളെപ്പോഴും നമുക്ക്
ഈ പരിസരം നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മൾ പരിസരത്തെക്കുറിച്ച് ഭയങ്കര ബോധവാന്മാരും ബോധവതികളുമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, നിങ്ങളെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ആരാധനയുടെ സമയത്ത് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഒരു ബഹുമാനപ്പെട്ട വല്യച്ഛൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിന്ന് കർത്താവിനെ ആരാധിച്ച് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറയുക, അച്ഛൻ പരിസരം മറന്നു. ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ എവിടെ ദൈവത്തെ ആരാധിച്ചാലും അവിടെ നമ്മൾ നമ്മളെ മറന്നോണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ശരീരത്തെ നമ്മൾ മറക്കുമ്പോൾ, ഈ മനസ്സിനെ നമ്മൾ മറക്കുമ്പോൾ ആത്മാവ് ഉണരാൻ തുടങ്ങും. നമ്മൾ ശരീരത്തെക്കുറിച്ച് ബോധവാന്മാരും ബോധവതികളും കോൺഷ്യസ് ആയിട്ട് നമ്മൾ ശരീരത്തെക്കുറിച്ച് അവർ നോക്കുന്നുണ്ട്, ഇവർ നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആത്മാവ് ഉണരില്ല. ശരീരത്തെ മറക്കണം, മനസ്സിനെ മറക്കണം, ചിന്തകളെല്ലാം പോകണം. എന്നിട്ട് ഒറ്റ കാര്യം, കർത്താവിനെ ഇങ്ങനെ അങ്ങോട്ട് സന്തോഷത്തോടെ ആരാധിച്ചുകൊണ്ടിരിക്കണം. അവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്, പ്രസൻസ്. വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ ഞാൻ എന്തെല്ലാം സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല. വാക്കുകൾക്ക് മനുഷ്യനെ മാറ്റാൻ പറ്റില്ല. എന്നാൽ ഞാൻ പറയുമ്പോൾ ആ പറയുന്ന വാക്കിൻ്റെ കൂടെ ഒരു പ്രസൻസ് വന്നാൽ അത് നിങ്ങളിൽ ചലനം ഉണ്ടാക്കും. ഹല്ലേലൂയാ. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. അല്ലാതെ ഒരാൾ എത്ര വാചാലനാണ് എന്നുള്ളത് ഇവിടുത്തെ വിഷയമല്ല. ഒരാൾക്ക് സംസാര പാഠമുണ്ടോ, വർത്തമാനം പറയാൻ അറിയാമോ, ഇതൊന്നുമല്ല വിഷയം. ഒരാൾ ഒരു വാക്കുച്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം വരുമോ? അപ്പോൾ അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കർത്താവേ, അങ്ങയുടെ പ്രസൻസ് എനിക്ക് കിട്ടണം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, മറ്റേതെങ്കിലും ഒരു മതസംഘടനയുടെയോ രാഷ്ട്രീയ സംഘടനയുടെയോ ഗ്യാതറിങ്ങും നമ്മുടെ കൂടിവരവുകളും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താ? അതായത് വേറെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു മീറ്റിംഗ്, ഒരു പാർട്ടിയുടെ മീറ്റിംഗ് ഇവിടെ കൂടുന്നു. ഇപ്പോൾ അതേ ബെൽത്തങ്ങാടി രൂപതയിലെ അതുപോലെ പല സഭകൾ, പല വിഭാഗങ്ങളിൽപ്പെട്ട മക്കളെല്ലാം വചനം കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. സഭാമക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. എന്താണ് വ്യത്യാസം? ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനവും നമ്മുടെ സമ്മേളനവും തമ്മിലുള്ള എന്താണ് വ്യത്യാസം വരണമെങ്കിൽ നമുക്കിടയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രസൻസ് മൂവ് ചെയ്യണം. നമുക്കിടയിൽ കർത്താവിൻ്റെ സാന്നിധ്യം, നമുക്കിടയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, അതാണ് വ്യത്യാസം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് അത് എപ്പോഴും നിങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് വരണം. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരിക്കൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ പിന്നിൽ നിന്ന് കേട്ടു. അയാൾ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കർത്താവേ, സീനായ് മലയുടെ മുകളിൽ നിന്ന് മോശ വിളിച്ചപ്പോൾ നീ ഇറങ്ങി വന്നില്ലേ? കാർമൽ മലയുടെ മുകളിൽ വെച്ച് ഏലിയ വിളിച്ചപ്പോൾ നീ ഇറങ്ങി വന്നില്ലേ? കർത്താവേ, ഈ പാവപ്പെട്ടവൻ വിളിക്കുകയാണ്, നീ ഇറങ്ങി വരണേ. ഹല്ലേലൂയ. അപ്പോൾ അത് പ്രസൻസ്, കർത്താവിൻ്റെ പ്രസൻസ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് രണ്ടാമത്തെ ഒരു പ്രേരണ കിട്ടിയത്, നിങ്ങൾ ആരാധിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഈ അടുത്ത നാളുകളിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് നമ്മൾ ഒരു പ്രത്യേക സംവിധാനം ഇങ്ങനെ രൂപപ്പെടുത്തി വരികയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ കുറച്ച് ലോക്കലായിട്ട് ഈ കുറച്ച് രാഷ്ട്രീയക്കാർ, ഈ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് കേട്ടോ, പറയുന്നതുകൊണ്ട് വിഷമൊന്നും വിചാരിക്കരുത്, എല്ലാം കണക്കാണ്. അപ്പോൾ ഈ എല്ലാ പാർട്ടിക്കാരും, അവർ 3 പാർട്ടിക്കാരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് നമുക്കെതിരെ യുദ്ധത്തിന് വരികയാണ്. അപ്പം നമ്മൾ സംസാരിച്ചൊക്കെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. അടിയിൽ കൂടെ നിട്ട് പാര വെക്കും. ഇതാണ് പരിപാടി. അപ്പം ഞാൻ ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് മടുത്തു. ഞാൻ വളരെ വിഷമിച്ചു. കർത്താവേ, ഈ മനുഷ്യരെ കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയാലും അപ്പോൾ അതിന് പാരയായിട്ട് വരും. ഞാനും എൻ്റെ ഒരു സുഹൃത്തായ ഒരു വൈദികനും കൂടി അന്ന് രാത്രിയിൽ കർത്താവിൻ്റെ മുമ്പിൽ ഉറങ്ങാതിരുന്ന് ഞങ്ങൾ പാടിയും ആരാധിച്ചും സ്തുതിച്ചും കർത്താവിനെ ആരാധിച്ചു. പിറ്റേ ദിവസം രാവിലെ 9 മണി കൊണ്ട് സകലരും പത്തി മടക്കി സ്ഥലം വിട്ടു. ഹല്ലേലൂയാ. ഞാൻ വേറെ ഒരു വഴിയില്ല. ആരാധിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വ്യത്യാസം വരണോ? എന്താ വഴി? ആരാധിക്കുക. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടോ അമ്മച്ചി? അമ്മച്ചിക്ക് നല്ല ആഗ്രഹമുണ്ടോ? നല്ല നല്ല ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? നല്ല ആഗ്രഹം, ആരോഗ്യത്തോടെ ഇരിക്കണം,
സ്വർഗത്തിൽ പോകണം, പിന്നെ വഴിയിലൊന്നും വീണ് കിടക്കാൻ പാടില്ല, പള്ളിയിൽ കുർബാനയ്ക്ക് പോകാനുള്ള ആരോഗ്യം തരണം. ഇതൊക്കെ അമ്മച്ചിയുടെ ആഗ്രഹമല്ലേ? അല്ലേ? അമ്മച്ചിക്ക് അംബാനി ആവണമെന്ന് ആഗ്രഹമൊന്നുമില്ലല്ലോ. അംബാനി ഇല്ല. അംബാനി ആവണ്ട, അംബാനി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നല്ല നല്ല ആഗ്രഹം ചേച്ചിക്കും ഉണ്ട് അല്ലേ? നല്ല നല്ല ആഗ്രഹം. മോനെ, നിനക്കുണ്ടോ നല്ല ആഗ്രഹം? പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം, പഠിച്ച ചോദ്യങ്ങളെല്ലാം വരണം അല്ലേ? സാറിൻ്റെ അടി കിട്ടാൻ പാടില്ല, എങ്ങനെ എളുപ്പത്തിൽ ജയിക്കാൻ പറ്റണം, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ? ആണോ? അതെ. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല ചേട്ടന്മാർക്ക് ആഗ്രഹമുണ്ട്, മക്കളൊക്കെ നന്നായിട്ട് കെട്ടിച്ചു വിടണം, അവർ നല്ല നിലയിൽ എത്തണം, അവർ നല്ല നിലയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് മരിക്കണം, ഇതൊക്കെയാണ് ആഗ്രഹം. നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. എന്ത് പറയുന്നു? ഒരു സന്തോഷമില്ലല്ലോ അത്രയും പറഞ്ഞിട്ട്. നമ്മുടെ എല്ലാ നല്ല നല്ല ആഗ്രഹങ്ങളും, അത് ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ, എല്ലാ നല്ല നല്ല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാൻ ബൈബിൾ ഒരു വഴി പറയുന്നുണ്ട്. എത്ര പേർക്ക് വേണം ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും? നോക്കട്ടെ, എന്ന് കൈവക്കിക്കേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എടുക്കാം സങ്കീർത്തനങ്ങൾ 37. സങ്കീർത്തനങ്ങൾ 37 വാക്യം 4. സങ്കീർത്തനങ്ങൾ 37 4. ഉറക്കെ വായിക്കുക. സങ്കീർത്തനങ്ങൾ 37 4. കേൾക്കുന്നില്ല? അത് കന്നഡയോ മലയാളമോ എന്തെങ്കിലും വായിക്കേ. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഒരച്ഛൻ പറഞ്ഞു, അച്ഛാ ഇവർ ബൈബിൾ കൊണ്ടുവരാത്തതിനൊരു കാരണമുണ്ട്. എന്താ കാരണം ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറയുകയാണ്, ഈ പലർക്കും മലയാളം ബൈബിൾ വായിക്കാൻ അറിഞ്ഞുകൂടാ. നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ കന്നഡ ബൈബിൾ കൊണ്ടുവരട്ടെ. അപ്പം അച്ഛൻ പറഞ്ഞു, കന്നഡ ബൈബിളും വായിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല. ഏതെങ്കിലും ഒരു ഭാഷയിൽ ബൈബിൾ വായിക്കാൻ അറിഞ്ഞിരിക്കണം. അതിനെ അറിയത്തില്ലെങ്കിൽ ഇനി പിന്നെ വയസ്സായവരെ അക്ഷരം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോയിട്ടാണെങ്കിലും പഠിച്ചിട്ട് വായിച്ചോണം. ബൈബിള് വായിക്കാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞ് ഒരെണ്ണം ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. കണ്ണ് കാണാത്തവരെയൊക്കെ വെറുതെ വിട്ടിരിക്കുന്നു. അല്ലാതെ മലയാളവും അറിഞ്ഞുകൂടാ, മലയാളവും നന്നായിട്ട് പറയും, കന്നഡയും പറയും, പക്ഷേ ബൈബിള് വായിക്കാൻ അറിഞ്ഞുകൂടാ, നടക്കത്തില്ല. ആ കേസ് ഇവിടെ എടുക്കത്തില്ല. കേട്ടോ ചേച്ചി? അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഷയിൽ ബൈബിള് വായിച്ചോണം. ബൈബിള് വായിക്കാതൊരു ജീവിതമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വായിച്ചോ, സങ്കീർത്തനം ഉള്ള ഭാഷയിൽ വായിച്ചോ, ഏതെങ്കിലും ഭാഷയിൽ. സങ്കീർത്തനം 37 4 വായിക്കുക, ഉറക്കെ വായിക്കുക. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് പറഞ്ഞാലോ, കർത്താവിൽ ആനന്ദിക്കുക. ഉറക്കെ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അപ്പോൾ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനുള്ള വഴി എന്താണ്? കർത്താവിൽ ആനന്ദിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കർത്താവിൽ സന്തോഷം കണ്ടെത്തുക, കർത്താവിൽ ആനന്ദം കണ്ടെത്തുക, കർത്താവിനെ ഒന്നാമത്തെ സ്ഥാനത്ത് വെക്കുക, കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സന്തോഷം ഉണ്ടാവുക, ദൈവിക കാര്യങ്ങളിൽ വലിയൊരു താല്പര്യം ഉണ്ടാവുക. ഇതാണ് ഒരു വിശ്വാസിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവാണ്. നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 27 4. 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 27 4. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. ഞാൻ കർത്താവിനോട് ഒരേ ഒരു കാര്യം മാത്രം ചോദിക്കുകയാണ്. ജീവിതത്തിൽ, ആയുസ്സിൽ ഒറ്റ ചോദ്യം മാത്രം ചോദിക്കാൻ അവസരം കിട്ടിയാൽ, ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഒരു നിബന്ധന ദൈവം വച്ചാൽ, ഞാൻ ചോദിക്കാൻ പോകുന്ന ആ ഒരേ ഒരു ചോദ്യം, ആ ഏക ചോദ്യം, ഒരേ ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. എന്താണത്? കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരാഗ്രഹം വരികയാണ്, കർത്താവേ, ഈ ഭൂമിയിൽ ഒറ്റക്കാര്യം മാത്രമേ ചോദിക്കാവൂ എന്ന് നീ ചോദിച്ചാൽ, കർത്താവേ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഈ ഒറ്റക്കാര്യം മതി. ആ ഒറ്റക്കാര്യം എന്താണ്? കർത്താവേ, അങ്ങയുടെ മാധുര്യം ആസ്വദിക്കാനും. എന്നെ നോക്കാവോ? അങ്ങയുടെ മാധുര്യം. ലോർഡ്, ഐ നീഡ് ടു നോ ഹൗ സ്വീറ്റ്
യു ആർ. ഹൗ സ്വീറ്റ്. നീ എന്ത് മധുരമുള്ളവനാണ്, നീ എന്ത് നല്ലവനാണ്. അതാണ് 34 സങ്കീർത്തനം 8 വാക്യം. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. ടേസ്റ്റ് ആൻഡ് നോ ഹൗ ഗുഡ് ഈസ് അവർ ലോർഡ്. ഹൗ ഗുഡ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. നമ്മുടെ ദൈവം നല്ലവനാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം നല്ലവനാണ്. അപ്പോൾ ഈ ഭക്തൻ 27 സങ്കീർത്തനത്തിൽ ഈ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഒറ്റ ചോദ്യം അങ്ങയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ മാധുര്യം ആസ്വദിക്കാനും അങ്ങയുടെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ, അങ്ങ് എനിക്ക് ആയുസ് നീട്ടിത്തരുന്ന നാളുകൾ മുഴുവൻ എനിക്ക് ഒറ്റ കാര്യം മതി. എനിക്ക് അങ്ങയെ സ്നേഹിച്ച് അങ്ങയെ ആരാധിച്ച് അങ്ങയുടെ ഹിതമറിഞ്ഞ് ജീവിക്കാനുള്ള അനുഗ്രഹം തരണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഒരിക്കൽ സോളമന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. സോളമന് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ദൈവത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 1 പുസ്തകം, 1 രാജാക്കന്മാർ 3 അധ്യായം, 1 രാജാക്കന്മാർ 3 അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. 1 Kings chapter 3 verse 4 onwards. 1 രാജാക്കന്മാർ 3 അധ്യായം 4 മുതൽ. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷപ്പെട്ടു. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുമ്പിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവേ, ശ്രദ്ധിക്കുക, എൻ്റെ ദൈവമായ കർത്താവേ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് അങ്ങ് രാജാവാക്കി. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഈ മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ. ഇതേ സോളമൻ ചോദിച്ചത്, ആ ഒറ്റ ചോദ്യം സോളമൻ ചോദിച്ചതാണ്. ആകയാൽ കർത്താവേ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. POC മലയാളം ബൈബിള് പരിഷ്കരിച്ചിറക്കിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? എന്നാൽ ഉണ്ട്, ഇവിടെ സ്റ്റോളിൽ അത് കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. POC നമ്മുടെ ഈ ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനം ഇറങ്ങിയിട്ടുണ്ട്, റിവൈസ്ഡ് വെർഷൻ. അപ്പം അതിനകത്ത് കുറേ കൂടി കൃത്യമാണ് തർജ്ജമ, കുറേ കൂടി. അപ്പോൾ ഞാൻ ഈ ബൈബിള് ഇത് വായിച്ചപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നറിയാൻ വേണ്ടി പണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യം ഇത് വായിച്ച സമയത്ത് ഇതിൻ്റെ അർത്ഥം ശരിക്കെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പല വേർഷൻസ് പരിശോധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഈ പഴയ POC ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതല്ല അതിൻ്റെ കറക്റ്റായ വാക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം തരാനാണ് സോളമൻ ചോദിച്ചത്. വിവേകം. കർത്താവേ, എനിക്ക് ജനത്തെ ഭരിക്കാനുള്ള വിവേകം തരണേന്നാണ്. എന്നാൽ അതല്ല ശരിക്കുള്ള പുതിയ വിവർത്തനത്തിൽ ഇത് കറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തെന്നറിയാമോ? പുതിയ വിവർത്തനത്തിൽ കൊടുത്തിരിക്കുകയാണ്, കർത്താവേ, എനിക്ക് ശ്രവിക്കുന്ന ഹൃദയം തരണമേ. ആ വാക്കൊന്നുറക്കെ പറയാമോ? ശ്രവിക്കുന്ന ഹൃദയം പറ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഹൃദയം പറ. ലിസണിങ് ഹാർട്ട്, അതാണ് ശരിക്കുള്ള വാക്ക്. അത് പുതിയ വെർഷനിൽ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോളമൻ എന്താ ചോദിച്ചത്? കർത്താവേ, എനിക്ക് നീ എന്ത് തരണം? ശ്രവിക്കുന്ന ഹൃദയം, കേൾക്കുന്ന ഹൃദയം, ലിസണിങ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പറഞ്ഞാൽ, കർത്താവേ, എപ്പോഴും അങ്ങയുടെ മുമ്പിൽ അങ്ങ് പറയുന്നത് കേട്ട് ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. ഇതാണ് സോളമൻ ചോദിച്ചത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചോദ്യം ദൈവത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ വായിക്കാം അടുത്ത വാക്യം, 10 വാക്യം, 1 രാജാക്കന്മാർ അധ്യായം 3 വാക്യം 10 വായിക്കാമോ?
സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. കണ്ടോ? അപ്പം നമ്മൾ ഇത് ചോദിച്ചാൽ, അമ്മച്ചേ, നമ്മൾ ഇത് ചോദിച്ചാലുണ്ടല്ലോ കർത്താവിന് ഭയങ്കര ഇഷ്ടപ്പെടും. എന്താ? കർത്താവേ, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിക്കുന്നു, അങ്ങയുടെ മാധുര്യം ആസ്വദിക്കാനും അങ്ങയുടെ ഹിതം ആരായനും വേണ്ടി ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഇത് ചോദിച്ചാൽ അമ്മച്ചി കർത്താവിന് വളരെയധികം സന്തോഷാവും. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. സംഭവിച്ചെന്താന്ന് വെച്ചാൽ കർത്താവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടുന്ന് അവനോട് അരുളി ചെയ്തു. നിങ്ങൾ വായിച്ചോ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവത്തുമില്ല. മാത്രമല്ല, അതാണ് ലോട്ടറി. ഇത് ചോദിച്ചപ്പോൾ ദൈവം പറയുകയാണ്, മാത്രമല്ല നീ ചോദിക്കാത്തത് കൂടി ഞാൻ നിനക്ക് തരികയാണ്. ചേട്ടാ, ചോദിച്ചതെന്താ? എൻ്റെ കർത്താവേ, നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ നിന്റെ സ്വരം കേട്ട് എനിക്ക് ജീവിക്കണം. ഇതാ ചോദിച്ചത്. കർത്താവ് പറയാണ്, നീ ചോദിക്കാത്തത് കൂടി ഞാൻ നിനക്ക് തരികയാണ്. അപ്പം അമ്മച്ചി, ഇത് ചോദിച്ചാലുള്ള ഗുണം എന്തെന്നറിയാമോ? അമ്മച്ചി ചോദിക്കാത്ത ഒരുപാട് കാര്യം കർത്താവ് തരും. ഹല്ലേലൂയ. അതാ പറഞ്ഞ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഇയാളുടെ കാര്യം മാത്രം പറയുന്നു എന്ന് തോന്നുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു 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 നാണക്കേടുള്ളതുകൊണ്ട് ഞാൻ പറയാത്ത. ഇത് അച്ചട്ടാണ്. മനസ്സിൽ വിചാരിച്ചാൽ പോലും തരും. ചോദിക്കണ്ട, ആഗ്രഹിച്ചാൽ പോലും തരും. അങ്ങനെയാണത്. ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. എൻ്റെ കർത്താവേ, ഒരിക്കലും ലത്തീൻ കുർബാനയിൽ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ചൊല്ലുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസാനം ഇതാണ്: അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപെട്ട് പോകാൻ എനിക്ക് ഇടയാവരുതേ. അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപെട്ട്, ലെറ്റ് മീ നോട്ട് ബി പാർട്ടഡ് ഫ്രം യു. അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപെട്ട് പോകാൻ എനിക്ക് ഇടയാവല്ലേ. ഈ ഒറ്റ പ്രാർത്ഥന. എൻ്റെ കർത്താവേ, എപ്പോഴും നിന്റെ മുമ്പിൽ നിന്നെ നോക്കി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ഉൽപ്പത്തി 15 അബ്രഹാമിനോട് ദൈവം പറയും, അബ്രഹാം, കുറ്റമറ്റവനായിരിക്കുക, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, എൻ്റെ മുമ്പിൽ നിൽക്കുക. നീ കുറ്റമറ്റവനായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുക നീ. അപ്പം നമ്മൾ കർത്താവിനോട് പറയാണ്, എൻ്റെ കർത്താവേ, എനിക്ക് ഈ ഒരു കൃപ മാത്രം നീ തന്നാൽ മതി. എനിക്ക് എപ്പോഴും എൻ്റെ കൺമുമ്പിൽ നിന്ന് ഒരിക്കലും നീ മാറാതെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇതിനേക്കാളും വലിയൊരു ഭാഗ്യമില്ല. 10 നില മാളിക വെക്കുന്നതോ 10 ഏക്കർ വാങ്ങുന്നതോ 10 രാജ്യങ്ങളിൽ പോകുന്നതോ ഇനി ലോകത്തുള്ള എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കുന്നതോ ഇതിനേക്കാളും ഒക്കെ അതിൻ്റെ എല്ലാം മുകളിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി കർത്താവിൻ്റെ മാധുര്യം ആസ്വദിച്ച് കർത്താവിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. രാജാവിനേക്കാളും വിലയാണ് നിനക്ക്. എല്ലായിടത്തും നിനക്ക് കർത്താവിൻ്റെ സഹായം ഉണ്ടാവും. കർത്താവ് കൂടണ്ട. അപ്പോൾ അതുകൊണ്ട് ഈ സോളമനോട് ദൈവം പറയുകയാണ്, സോളമാ, എനിക്ക് സന്തോഷമായടാ. നീ ആവശ്യമില്ലാത്ത ചപ്പും ചവറും ചോദിക്കാതെ, നീ കാനഡ വിസ ചോദിക്കാതെ നീ ഇതാണല്ലോടാ ചോദിച്ചത്. എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിനക്ക് നീ ചോദിക്കാത്തത് കൂടി തരുന്നു. അമ്മച്ചി കേട്ടോണേ, നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ മക്കളെ? അതായത് ഇത് ചോദിച്ച മക്കളെ മനസ്സിലാവുന്നുണ്ടാവല്ലോ. അതായത് നമ്മൾ ഇത് ചോദിച്ചാൽ, ഈശോയെ എപ്പോഴും നിൻ്റെ കൂടെ ജീവിക്കാൻ, എപ്പോഴും നിന്നെ നോക്കി ജീവിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ ആയുസ്സിൽ വേണ്ടതെല്ലാം ദൈവം തരും. ഹല്ലേലൂയ. ഞാനൊരു അനുഭവം പറയട്ടെ. അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്താണെന്നറിയാം? എപ്പോഴും എൻ്റെ എപ്പോഴത്തെ ആഗ്രഹം, എനിക്ക് എപ്പോഴും സുവിശേഷം പറയണം. ഇതെൻ്റെ ആഗ്രഹമാണ്. അതിപ്പോൾ ഒരാളോടോ 5 പേരോടോ 10 പേരോടോ എണ്ണമൊന്നും വിഷയമല്ല, ആരോടെങ്കിലും പറയണം. അപ്പോൾ അതുകൊണ്ട് കോവിഡ് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ കോവിഡ് ഒന്ന് തീരാൻ ഞാൻ നോക്കി നിന്നിട്ട് ഞാൻ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പോയി.
എന്നിട്ട് അവിടെ പോയി സുവിശേഷം പറഞ്ഞു. എവിടെങ്കിലും പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ എനിക്ക് സുവിശേഷം പറയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, എടാ നിന്നെ വിളിക്കുന്നിടത്തല്ലേ പോകണുള്ളൂ, നീ വിളിക്കാത്തടുത്ത് പോയി സുവിശേഷം പറ. അപ്പം അങ്ങനെ ആ പ്രേരണ പരിശുദ്ധാത്മാവ് തന്നപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി സുവിശേഷം, തെരുവിൽ, കടൽ തീരത്ത്, അവിടെയൊക്കെ പോയി സുവിശേഷം പറയാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞങ്ങൾ ടീം അംഗങ്ങളെല്ലാവരും കൂടി ഒരിക്കൽ തിരുവനന്തപുരത്തെ സ്ട്രീറ്റുകളിൽ, തെരുവുകളിൽ പോയി നിന്നിങ്ങനെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിന്ന് പ്രസംഗിച്ചപ്പോഴാണ് എനിക്കൊരു ബുദ്ധിമുട്ട് മനസ്സിലായത്. അതായത് അതിനൊത്തിരി പ്രശ്നമുണ്ട്. എന്തെന്നറിയാം, ഒന്ന് നമ്മൾ ഈ മൈക്ക് സെറ്റ് കാര്യങ്ങളെല്ലാം വണ്ടിയുടെ പുറത്ത് കെട്ടിവെച്ച് കൊണ്ടുപോകണം. പിന്നെ ഏതെങ്കിലും കടത്തിണ്ണയിൽ നിന്ന് വേണം പ്രസംഗിക്കാൻ. അത് ആ കടക്കാരന് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ മഴ പെയ്താൽ നടക്കത്തില്ല. പിന്നെ ജംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിന്നിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആൾ കൂടും. അപ്പോൾ അന്നേരം അവിടെ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇതിന് ഒത്തിരി പ്രശ്നമുണ്ട് പ്രായോഗികമായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മൈക്ക് സെറ്റെല്ലാം നനയും, മഴ പെയ്താൽ പറ്റത്തില്ല. കടത്തിണ്ണെ കയറി നിൽക്കുമ്പോൾ കടക്കാരന്മാർക്ക് ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, കർത്താവേ, എന്താണൊരു പോംവഴി, എന്താണൊരു പരിഹാരം? അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായൊരു പള്ളിയുടെ മുമ്പിലുള്ള ജംഗ്ഷനിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ചിട്ട് ഞാൻ തിരിച്ച് വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു സ്കൂട്ടർ കമ്പനിക്കാരൻ അയാളുടെ സ്കൂട്ടറുകൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ്. എവിടെയാണെന്നറിയാം, ഒരു ലോറിയുടെ പുറകിൽ ഒരു 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 സ്റ്റേജ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സ്കൂട്ടർ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരാശയം കത്തി. എന്താണെന്നറിയാമോ, ഈ സ്കൂട്ടറുകാരിൽ ഇങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്കും ചെയ്തുകൂടെ? അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു ലോറി വാങ്ങിയിട്ട് ആ ലോറിയുടെ പുറകുവശം ഒരു സ്റ്റേജ് ആക്കിയിട്ട് ഇതുപോലെ ആ സ്റ്റേജിൽ മൈക്ക് എല്ലാം വെച്ച് ഫിറ്റ് ചെയ്ത് പോയാൽ മഴയും പേടിക്കണ്ട, കടക്കാരന്മാരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കാൻ വേണ്ട, ലോറി എവിടെയെങ്കിലും കൊണ്ടിടുക, സുവിശേഷം പ്രസംഗിക്കുക. ഞാൻ ലോറി കണ്ടിട്ടേ ഉള്ളൂ. എനിക്ക് ലോറിക്ക് എത്ര രൂപയാവുമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യത്തിന് ഒരു ലോറി വാങ്ങണമെങ്കിൽ അതിന് എത്ര രൂപ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഇന്ന ലോറി അതിൻ്റെ കമ്പനികൾ ഇങ്ങനെയൊക്കെയാണ്, ആ കമ്പനികൾ ഈ കമ്പനിയാണ് നല്ലത്, അങ്ങനെ ഉപദേശം എല്ലാം തന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോറിയുടെ ഇത് കണക്ക് കൂട്ടിയപ്പോൾ ഏതാണ്ട് ഒരു 10-20 ലക്ഷം രൂപയാവും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലോറിക്ക്. നമ്മൾ പാവപ്പെട്ട സുവിശേഷകരാണ്, 20 ലക്ഷമൊന്നും നമ്മുടെ കയ്യിലില്ല എടുക്കാൻ. അപ്പോൾ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും. ഈ ചേട്ടനോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ചേട്ടാ ഈ ലോറിക്ക്, അല്ലാതെ ധ്യാനകേന്ദ്രത്തിലോ അവിടെ കൂട്ടായ്മയിലോ ഒന്നും ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന്. ഞാൻ ചുരുക്കി നിങ്ങളോട് പറയാം, 2 ആഴ്ചക്കുള്ളിൽ ഒരു പുത്തൻ ലോറി മൗണ്ട് കാർമലിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. പുത്തൻ ലോറി എങ്ങനെയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയൂല. അതായത് ഒരു പുത്തൻ ലോറി. ഇനി അടുത്ത പ്രശ്നം, നമ്മുടെ തലയിൽ ആശയമല്ലേ ഉള്ളൂ, ടെക്നോളജി ഇല്ല, ആശയം മാത്രമേ ഉള്ളൂ. ഇനി ഇത് സ്റ്റേജാക്കണ്ടേ? അപ്പോൾ ഇത് സ്റ്റേജാക്കി, ഇനി അതിന് നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കണം, ഇനി ഇതിനകത്ത് ഇതെല്ലാം ഫിറ്റ് ചെയ്യണം, പിന്നെ അത് ലൈറ്റ്, ഇത് സ്റ്റേജ് പോലെ ആക്കണ്ടേ, ലൈറ്റ് വേണം, പിന്നെ ഇത് മൈക്ക് വെക്കണം, പിന്നെ കീബോർഡ് വെക്കണം, അതിനകത്ത് ഇലക്ട്രിസിറ്റി സൗകര്യം വേണം, ജനറേറ്റർ വേണം, വെള്ളം വേണം, ടോയ്ലറ്റ് വേണം, എല്ലാം വേണം. അപ്പോൾ ഞാൻ ഈ ലോറിയുടെ കാര്യങ്ങൾ സംസാരിച്ച ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ലോറി വാങ്ങിച്ചല്ലോ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഇത് പണിയണം, അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ്, അച്ഛാ എൻ്റെ ബിസിനസ് എന്താണെന്ന് അച്ഛൻ അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ ഒരു ഊഹാപോഹമൊക്കെ ഉണ്ട്, എന്താണ് വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ആണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ലോറിയുടെ ബോഡി പണിയുന്ന കമ്പനിയാണ് എൻ്റെ കമ്പനി. അച്ഛൻ ആ ലോറി അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. നിങ്ങൾ മൗണ്ട് കാർമലിൽ ഇപ്പോൾ വന്നാൽ മൗണ്ട് കാർമലിൻ്റെ മുറ്റത്ത് ഒരു ലോറിയും വലിയൊരു സ്റ്റേജും സുവിശേഷം പ്രസംഗിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ ചെലവും കൂടി ഏകദേശം ഒരു 40 ലക്ഷം രൂപയായി, ലോറി ഉൾപ്പെടെ എല്ലാം കൂടി. ആ എല്ലാ സംവിധാനങ്ങളോടും കൂടി തെരുവിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഒരു ലോറി മൗണ്ട് കാർമലിൻ്റെ മുറ്റത്ത് കിടപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ചോദിക്കണ്ട. ഞാൻ ഈശോയുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്, കർത്താവേ ഒരു ലോറി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല.
ആഗ്രഹിച്ചു കർത്താവേ, ആഗ്രഹമുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ആഗ്രഹം, മനസ്സിലൊരു ആഗ്രഹം. അത് ഞാൻ പറയുന്നത്, സോളമനോട് കർത്താവ് പറയാണ്, നീ ചോദിക്കാത്തത് കൂടി ഞാൻ നിനക്ക് തരുന്നു. ഈ കാലത്ത് ഈ ഇസ്രായേൽ യൂദാ രാജാക്കന്മാരുടെ ഇടയിൽ നിന്നെപ്പോലെ പ്രതാപവും മഹത്വവും സമ്പത്ത് ഐശ്വര്യവും ജ്ഞാനമുള്ള ഒരാൾ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവത്തുമില്ല. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയുന്നു, നമ്മളിതാണ് പ്രാർത്ഥിക്കേണ്ടത്. ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കർത്താവേ, നിന്നെ ഏകാഗ്ര ഹൃദയത്തോടെ സ്നേഹിക്കാൻ, നിന്നെ ഒരിക്കലും തള്ളിപ്പറയാതിരിക്കാൻ, നിന്നെ എന്ത് കാരണത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കാതിരിക്കാൻ, നിന്നെ ഇങ്ങനെ അന്ധമായിട്ട് ഭ്രാന്ത് പിടിച്ച് സ്നേഹിക്കാൻ എനിക്ക് ഒരു കൃപ കർത്താവ് എനിക്ക് തരണേന്ന് ആഗ്രഹിക്കണം. അതാണ് 27-ാം സങ്കീർത്തനം പറയുന്നത്. ഒരു കാര്യം മാത്രം, ഒരിക്കൽ കൂടെ വചനം ഒന്ന് വായിക്കുക. 27-ാം സങ്കീർത്തനം വായിക്കുക. 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം ഉച്ചത്തിൽ വായിക്കുക. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ഈ നിങ്ങളുടെ ആരാധനാക്രമത്തിൽ അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥന് ഗീതികൾ പാടിയിടും, അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവേ, നിന്നെ സ്തുതിച്ച്, നിന്നെ ആരാധിച്ച്, നിന്നെ മഹത്വപ്പെടുത്തി എനിക്ക് ജീവിക്കണം. ഇതാണ് ആ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാം തിരുവചനം, യോഹന്നാൻ 6:26, വേഗം എടുത്ത് പെട്ടെന്ന് വായിക്കുക. യോഹന്നാൻ 6:26, യോഹന്നാൻ 6:26 വായിക്കാമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ. വെരി ഗുഡ് സിസ്റ്റേഴ്സാണോ വായിക്കുന്നത്? വെരി ഗുഡ്, അങ്ങനെ ഉറക്കെ വായിച്ചോ. വെരി ഗുഡ്, വായിച്ചോ. അടയാളങ്ങൾ കണ്ടത് കൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തനായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം. അതായത് വിലയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാതെ, ആയുസ് കളയാതെ നിലനിൽക്കുന്ന കാര്യത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, കർത്താവിനെ കൺമുമ്പിൽ വെക്കണം, കർത്താവിനെ കൺമുമ്പിൽ എപ്പോഴും വെക്കണം. അതായത് ദൈവത്തിന് വേണ്ടി, കർത്താവിന് 1-ാം സ്ഥാനം നൽകി ജീവിക്കണം. ഈശോ പറയുകയാണ്, നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം, അതിനുവേണ്ടി ആയുസ്സും ആരോഗ്യവും കളയുന്നതിന് പകരം നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. സങ്കീർത്തനം, അതുകൊണ്ട് സങ്കീർത്തനം 1-ാം സങ്കീർത്തനം എടുക്കുക. 1-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ് അങ്ങനെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് പറയുകയാണ്. 1-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 1-ാം സങ്കീർത്തനം 1-2 വായിക്കുക. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അതായത് ഒരു വ്യക്തി ദുഷ്ടരുടെ ഉപദേശം അതായത് ഈ കൊള്ളരുതാത്ത വർത്തമാനങ്ങളെല്ലാം, അതിനെല്ലാം ചെവി കൊടുത്ത് ജീവിക്കുക. ദുഷ്ടരുടെ ഉപദേശം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളിൽ എത്ര പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മച്ചിമാരും ചേച്ചിമാരും ഒന്നും ഉപയോഗിക്കത്തില്ലെന്നാണ് എൻ്റെ ധാരണ. ഇനി കുറേയധികം പേര് ഉപയോഗിക്കും. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, റീൽസ്, ഇതിങ്ങനെ തോണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം എന്താണ്? അവൻ അവളുടെ കൂടെ ഒളിച്ചോടിയത്, ഇവൾ അവൻ്റെ കൂടെ പോയത്, ഇവൻ 4ാമത് കല്യാണം കഴിച്ചത്, ഇവനെ 8ാമത്തെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തത്, പിന്നെ ഇതൊക്കെയാണ് വാർത്തകൾ കൂടുതലും. നിങ്ങൾ ഞാൻ കുറ്റം പറയുന്നതല്ല, കൂടുതലും ഈ സോഷ്യൽ മീഡിയ വരുന്നത് മുഴുവൻ വല്ലവൻ്റെയും പിന്നാമ്പുറ കഥകളാണ്, അടുക്കള കാര്യങ്ങളാണ്. നമ്മൾ അറിയേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ബാല 3ാമത് കല്യാണം കഴിച്ചത് അറിഞ്ഞിട്ട് നമുക്കെന്ത് ആത്മീയ പുരോഗതി കിട്ടാനാ? അല്ല, സിനിമയുടെ ബാലേ അറിയത്തില്ല. വെരി ഗുഡ്. അറിയത്തില്ലെങ്കിൽ ഹല്ലേലൂയ, നുണയാണേലും ഞാൻ വിശ്വസിച്ച്. അപ്പോൾ
ഞാൻ പറയാണ് അവൻ മൂന്നാമത് കെട്ടി, നാലാമത് കെട്ടി, നമുക്കറിഞ്ഞിട്ട് എന്ത് വിശേഷം? എന്തെല്ലാം അന്വേഷണമാണ്. ഇത് ഞെട്ടിപ്പിക്കുന്ന കഥ, എന്തെല്ലാം ഞെട്ടിപ്പിക്കുകയാണ്. ടൈറ്റിൽ കണ്ട് മാത്രമേ ഞെട്ടിയുള്ളൂ. വീഡിയോ കണ്ടപ്പോൾ ഒരു ഞെട്ടലും വന്നില്ല. അവനെ കണ്ടാ പിടിച്ച് 4 ഇടി കൊടുക്കാൻ തോന്നി, ഒരു ഞെട്ടലും ഉണ്ടായില്ല. ഇതെല്ലാം അതിന് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, ദുഷ്ടരുടെ ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാതെ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ, വായിക്കുക, പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്നല്ല, പുതിയ വിവർത്തനത്തിൽ അനുഗ്രഹീതൻ എന്നാണ്. അനുഗ്രഹീതൻ, അനുഗ്രഹീതൻ. അപ്പോൾ പിന്നെ അവൻ എന്താ ചെയ്യുന്നത്? അവൻ വെറുതെ ഇരിക്കുകയാണോ? അവൻ്റെ ആനന്ദം, വായിക്ക്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഞാൻ പറയട്ടെ നിങ്ങളോട്, എൻ്റെ പൊന്നു മക്കളെ, ഈ 73 പുസ്തകമുണ്ട് ബൈബിളിൽ. ഇത് മുഴുവൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒന്ന് വായിച്ചു തീർത്തിട്ടുണ്ടോ? ബൈബിള് പലതവണ വായിച്ചിട്ടുണ്ടോ? ബൈബിളിലെ കാര്യങ്ങൾ അറിയാമോ? ദൈവവചന ഹൃദയത്തിലുണ്ടോ? 10 വചനം കാണാതെ പറയാൻ അറിയാവോ? എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ കുർബാനയ്ക്ക് നിന്ന് ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം അറിയാവോ? എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാവോ? അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കിടക്കുമ്പോൾ അതൊന്നും അറിയാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെ നോക്കിയാലും എല്ലാ ആളുകളും അവരുടെ മൊബൈലിൽ ഇങ്ങനെ എന്തെങ്കിലും തിരക്കിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാം അങ്ങനെയാണ്, എല്ലാ ആളുകളും. എന്ത് ഗൗരവമുള്ള കാര്യമാണ് മനുഷ്യൻ പഠിക്കുന്നത്, എന്ത് ഗൗരവമുള്ള കാര്യമാണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അതായത് ഞാൻ ഈ സിറോ മലബാർ കൂട്ടായ്മകളോട് സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതായത് ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉത്തിതരായി. ചെറിയവരും വലിയവരും ആരാണിത്? അമ്മച്ചേ, ആരാ ഇത്? ചെറിയവരും വലിയവരും. അതിൻ്റെ ഗദ്യം പറഞ്ഞേ, അതിൻ്റെ പ്രോസ്. മലങ്കരക്കാരനായ ഞാൻ പറയണോ ഇനി? പറ. ചെറിയവരും വലിയവരുമെല്ലാം എന്തോ സ്തുത്യർഹമായ നിങ്ങൾ സീറോ മലബാറുകാരാണോ? അതോ മലങ്കരക്കാരാണോ, ലത്തിങ്കാരാണോ? എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആരാ? ആണോ? ഓക്കെ, ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഇതൊക്കെ എടുത്ത് വായിക്കണം ഇടയ്ക്ക് കേട്ടോ. അടിച്ചങ്ങ് വിടുന്ന കാണാമല്ലോ രാവിലെ വന്ന്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് ചെറിയവരും വലിയവരും അങ്ങ് ഉയർപ്പിക്കുമെന്ന ഞാൻ പറയുന്ന വാക്ക് കറക്റ്റല്ല, എൻ്റെ മനസ്സിൽ ആശയം കിടക്കുകയാണ്, അത് ഞാൻ പറയുകയാണ്. അങ്ങ് ഉയർപ്പിക്കുമെന്ന പ്രത്യാശയോടെ മരിച്ചവരെല്ലാവരും അങ്ങയുടെ സന്നിധിയിൽ നിദ്ര കൊള്ളുന്നു. അങ്ങനെ കണ്ട ആണോ? അപ്പം ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഈ ചെറിയവർ, ആരാണ് ഈ വലിയവർ? അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. എന്താണ് നീതിയുടെ വാതിൽ? പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു 100 ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം, അതിൽ 95 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം പറയില്ല. ആരുടെയും കുറ്റമല്ല, ഒരു പ്രത്യേക സഭയുടെ കുറ്റമല്ലത്. നമ്മൾ പഠിക്കാറില്ല, നമ്മളിത് അന്വേഷിക്കാറില്ല, നമ്മളിത് എന്താണെന്ന് തിരക്കാറില്ല, നമ്മൾ അറിയത്തില്ല, ആരോടും ചോദിക്കാറില്ല.
അപ്പോൾ എന്നാൽ ആവശ്യമില്ലാത്ത കാര്യം അവൻ അവളുടെ പുറകെ ഓടി, അതിൻ്റെ പുറകെ നമ്മൾ ഓടി. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ അനുഗ്രഹീതൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. അതായത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അവൻ്റെ ആനന്ദം. ഇത് പഠിക്കുക, ഇത് അറിയുക, ഇത് അന്വേഷിക്കുക, ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് അതിനെക്കുറിച്ച് പഠിക്കുക, അതാണ് അവൻ്റെ ആനന്ദം. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പൊ എന്താണ് അവൻ്റെ പ്രതിഫലം? നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അതെങ്ങനെയാണെന്നറിയാമോ? അത് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്താലും അത് സഫലമാവും. അവൻ തൊട്ടതെല്ലാം പൊന്നാവും. അവൻ ചെടി നട്ടാൽ അത് മരമാവും. അവൻ തട്ടുകട തുടങ്ങിയാൽ അത് 5 സ്റ്റാർ ഹോട്ടലാവും. അവൻ എന്ത് ചെയ്താലും വാട്ട് എവർ ഹി ഡസ് പ്രോസ്പേഴ്സ്. അവൻ എന്ത് ചെയ്താലും അതിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു. ആർക്കാണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ആവശ്യമില്ലാത്ത ചപ്പും ചവറും കണ്ടും കേട്ടും ജീവിക്കുന്നതിന് പകരം വിലയുള്ള കാര്യങ്ങൾ കേട്ടാൽ, വിലയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ, നിലനിൽക്കുന്ന കാര്യങ്ങളിൽ ഹൃദയം വെച്ചാൽ, നീ എന്ത് ചെയ്താലും അതിനകത്ത് അനുഗ്രഹമാണ്. നീ ഒരു കാര്യത്തിനിറങ്ങി അത് നടക്കുമെന്ന് പറഞ്ഞ ഹല്ലേലൂയ. തൊടുന്നതെല്ലാം നീ ആഗ്രഹിക്കുമ്പോൾ ദൈവം അവിടെ വന്ന് പ്രവർത്തിക്കും. കാരണം നിന്റെ മനസ്സ് ഹൃദയം എല്ലാം വെച്ചിരിക്കുന്നത് ദൈവത്തിലാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ ചേച്ചിമാരെ? ചായ വല്ലതും വേണോ? ചായ മറ്റേ ബന്നിപ്പം തരട്ടെ? വേണ്ട. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പം എന്താണ് പ്രതിഫലം? വായിക്കേ. വെരി ഗുഡ് മോനെ. ആരാ വായിച്ചത്? ആരാ അത് വായിച്ചേ? പറഞ്ഞാണോ? പറഞ്ഞു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 11-ാം സങ്കീർത്തനം 17-ാം തിരുവചനം. സങ്കീർത്തനങ്ങൾ 11 വാക്യം 17 വാക്യം 7. വാക്യം 7. സങ്കീർത്തനം 11 വാക്യം 7 വായിക്കാം. കർത്താവ് നീതിമാനാണ്, അവിടുന്ന് നീതിയുക്തമായ പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. അതായത് ദൈവത്തെ അന്വേഷിക്കുന്ന ഹൃദയമുള്ളവർ, കർത്താവിനെ തേടുന്നവർ അവിടുത്തെ മുഖം കാണും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 13-ാം സങ്കീർത്തനം എടുക്കുക. 13-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം. വെരി ഗുഡ്. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ. അപ്പോ നേരത്തെ പറഞ്ഞു രാവും പകലും അവൻ അവിടുത്തെ നിയമത്തെക്കുറിച്ച്, അവിടുത്തെ നിയമം ധ്യാനിക്കുന്നതാണ് അവൻ്റെ ആനന്ദം. നിയമം, വചനം. ഇവിടെ പറയുകയാണ്, ഇത് കേൾക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലിസൺ. ഇവിടെ പറയുകയാണ് അവൻ, ഈ ദൈവത്തെ തേടുന്ന മനുഷ്യൻ, അവൻ അവിടുത്തെ രക്ഷയിൽ ആനന്ദം കൊള്ളും എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പേരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. അത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് നല്ല തന്നെ പാട്ട് പാടുന്നത് ഇഷ്ടമാണ്, ആരാധിക്കുന്നത് ഇഷ്ടമാണ്, സ്തുതിക്കുന്നത് ഇഷ്ടമാണ്, ആരാധന നടത്തുന്നത് ഇഷ്ടമാണ്. പക്ഷേ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഒരു വരൾച്ച. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഏറ്റവും കൂടുതൽ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ മനുഷ്യൻ ബോറടിക്കുന്ന ഒരു സമയമാണ് വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കടകട 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 കടകട. അല്ല, നിങ്ങളങ്ങനെയല്ല. ചിലപ്പോഴൊക്കെ ചില മനുഷ്യരെങ്ങനെയാണ്. നിങ്ങൾ നോക്കണേ, ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ. കർത്താവേ, അതായത് പാട്ട് പാടി ആരാധിച്ച് സ്തുതിച്ച് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല സന്തോഷമാണ്. പക്ഷേ കുർബാനയ്ക്കൊക്കെ നിൽക്കുമ്പോൾ, പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ ഒരു ചാട്ടമില്ല. എനിക്ക് നിങ്ങളുടെ കുർബാനയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള, എനിക്ക് എപ്പോൾ കേട്ടാലും എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുന്ന പാട്ടാണ് സർവാധിപനാം കർത്താവേ. ഒന്ന് പാടാവോ? ഞാൻ ഒന്ന് ചാടട്ട്. സർവാധിപനാം കർത്താവേ
നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അടുത്തത് മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. മർത്യന് നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിന് ഉത്തമ രക്ഷയുമേകുന്നു. സർവാധിപൻ. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ 3 വാചകങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് വലിയ അക്ഷരത്തിൽ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. പറയാവോ? സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. എൻ്റെ ചാപ്പലിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ലൈറ്റ് ഇട്ടിങ്ങനെ. സർവാധിപൻ, സർവശക്തൻ, അത്യുന്നതൻ. ജീവിക്കാൻ ഇത് മതി. എൻ്റെ ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ്? അമ്മച്ചി, ആരാ ദൈവം? സർവാധിപൻ. ശത്രുക്കൾ വന്നാലും, രാഷ്ട്രീയക്കാർ വന്നാലും, പ്രത്യയശാസ്ത്രങ്ങൾ വന്നാലും, ഉപദ്രവിക്കാൻ വന്ന കള്ളന്മാർ വന്നാലും, കൊള്ളക്കാർ വന്നാലും, അപവാദം പറയുന്നവർ വന്നാലും, തകർക്കാൻ വന്നാലും, ദുഷ്ടം വന്നാലും, അതിനെല്ലാം മുകളിൽ എൻ്റെ ദൈവം ആരാണ്? സർവാധിപൻ. സർവാധിപൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം സർവാധിപനായ ദൈവം, സർവശക്തനായ ദൈവം. അപ്പോൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ ഒരാഹ്ലാദം വരാത്തത് എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ, കർത്താവേ എന്താണ് അതിന് കാരണം എന്ന് ഞാൻ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. അതാണ് ഞാൻ പറയുന്നത്. അതായത് ഈ രക്ഷയിൽ ആനന്ദമുള്ളവർക്കേ കുർബാന ചൊല്ലുമ്പോൾ ആനന്ദം ഉണ്ടാവും. യേശു നമുക്ക് വേണ്ടി കുരിശിൽ ചെയ്ത കാര്യങ്ങളിൽ സന്തോഷമുള്ളവർക്കേ കുർബാനയിൽ സന്തോഷം ഉണ്ടാവും. കാരണം കുർബാനയിൽ പറയുന്ന മുഴുവൻ നമുക്ക് വിസ കിട്ടണമെന്നോ, കല്യാണം നടക്കണമെന്നോ, ജോലി കിട്ടണമെന്നോ, കുടുംബ പ്രശ്നം മാറണമെന്നോ, കള്ളുകുടി മാറണമെന്നോ, ദാരിദ്ര്യം മാറണമെന്നോ അല്ല. കുർബാനയെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഇങ്ങനെ ചെയ്തു, ഞങ്ങളെ രക്ഷിച്ചു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ ദാനമാണ്. ഞങ്ങളെ നീ എന്ത് ചെയ്തു? ഞങ്ങൾ അകന്നുപോയ ശത്രുക്കളായ പരാജിതരായ ഞങ്ങളെ നീ ഒരു ജനമാക്കി മാറ്റി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തി. കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് നമ്മൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ ആഴ്ച എനിക്ക് നീ 10 ലക്ഷം രൂപ തന്നു, കഴിഞ്ഞ ആഴ്ച പുതിയ വണ്ടി തന്നു, കർത്താവേ, ഇതല്ല. അതായത് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ രക്ഷയുടെ രഹസ്യങ്ങളാണ്. രക്ഷ. അപ്പം ഈ രക്ഷയിൽ ആനന്ദം ഇല്ലാത്തവർക്ക് കുർബാന ബോറാവും. ഇവിടെ സങ്കീർത്തനം എന്താ പറഞ്ഞേ? എന്താ വായിച്ച നമ്മൾ? വായിച്ചത് എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് രക്ഷയിൽ ആനന്ദം കൊള്ളുന്നത്? രക്ഷയിൽ ആനന്ദം കൊള്ളേണ്ടത് എങ്ങനെയെന്നറിയാമോ? രക്ഷയെക്കുറിച്ച് പഠിക്കണം. ഈശോ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് വായിക്കണം, പഠിക്കണം, അറിയണം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഇത് നിസ്സാരമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് നിസ്സാരമല്ല. വിശ്വാസ ജീവിതം വരണ്ടു പോകുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ്. അതായത് ദൈവത്തിൽ സന്തോഷം കണ്ടെത്താത്തൊരു ജനതയ്ക്ക് കുർബാനയിൽ സന്തോഷം കണ്ടെത്താൻ പറ്റില്ല, ആരാധനയിൽ സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. അതായത് മൊത്തത്തിൽ നമ്മൾ അറിയാതെ തന്നെ സാത്താൻ, അന്തിക്രിസ്തു, എതിർ ക്രിസ്തു നമ്മളെ വേറൊരു വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മൊത്തം ഒരു കച്ചവടത്തിൻ്റെ സ്റ്റൈലിലേക്ക് മാറുകയാണ്. പള്ളി വരുന്നത് എന്തിന്? പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നടക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നടക്കും, എൻ്റെ കാര്യം സാധിക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ സഫലമാവും, ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് എനിക്ക് കാര്യങ്ങൾ കിട്ടും. ഈ തരത്തിൽ മൊത്തത്തിൽ ആത്മീയതയെ ഇങ്ങനെ വലിച്ചു കെട്ടി വേറൊരു വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ ചോദിച്ചാൽ അത് അങ്ങനെ അല്ലാത്ത ഒരു കാര്യത്തിലും ജനത്തിന് താല്പര്യം ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. ഞാൻ പറയുന്ന അമ്മച്ചിക്ക് മനസ്സിലാവുന്നോ? അതായത് ഇപ്പോൾ കൺവെൻഷൻ ആർക്കാ ഇഷ്ടപ്പെടണേ? കൺവെൻഷന് ഞാൻ വന്നിട്ട് ഇവിടെ പറയുകയാണ്, ചേട്ടാ ഈ പ്രാർത്ഥന 10 പ്രാവശ്യം ചൊല്ലൂ, നിന്റെ കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ കൺവെൻഷനകത്ത് ഭയങ്കര ഇഷ്ടം. എന്നാൽ നമ്മൾ വന്നിട്ട് രക്ഷ, കുരിശ്, യേശു, മരണം, നിത്യജീവൻ ഇത് പറയുമ്പോൾ ഇഷ്ടമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അപകടകരമായൊരു വിധത്തിൽ നമ്മുടെ വിശ്വാസത്തെ എതിർ ക്രിസ്തു തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ തന്നെ വലിച്ച് വേറൊരു വഴിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ.
മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ കണ്ണ് തുറന്ന് കണ്ടില്ലെങ്കിൽ നാളെ ഈ സഭയിൽ ആരും ഉണ്ടാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? രക്ഷയിൽ ആനന്ദം കൊള്ളുന്നവരില്ലെന്ന്, കാര്യം നടക്കാൻ വേണ്ടിയുള്ളെന്ന്. സ്വർഗം, നിത്യജീവൻ, രക്ഷ, യേശു, കുരിശ് മരണം, കർത്താവിൻ്റെ കുരിശിലൂടെ ലഭിച്ച വിമോചനം, സാത്താന്റെ മേലുള്ള അധികാരം, വിശ്വാസിക്ക് ദൈവം തന്ന ഹൃദയത്തിലെ ആനന്ദം, വചനം, അതിനകത്തുള്ള സന്തോഷം, ഇതെല്ലാം എടുത്തു കളഞ്ഞിട്ട് കാര്യം നടത്തുക, കാര്യം നടത്തുക, കാര്യം നടത്തുക, കാര്യം സാധിക്കുക, ഇങ്ങനെ ചെയ്ത് കാര്യം സാധിക്കുക. ഈ തരത്തിൽ നമ്മളെ ആരോ കണ്ണുകെട്ടി വഴിപിഴപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. Now let us come back. തിരിച്ചു വരണം, രക്ഷയിൽ ആനന്ദം കൊള്ളണം. പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തുള്ളിച്ചാടുന്ന ഒരു ആനന്ദം സഭയ്ക്ക് നഷ്ടപ്പെട്ടാൽ സഭ തീർന്നു. നിങ്ങൾ കണക്ക് കൂട്ടിക്കോണം, സഭ തീർന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയിൽ ആനന്ദം കൊള്ളണം. അതിനെന്താണെന്നറിയാം? അതിന് കർത്താവിനെ സ്നേഹിക്കണം. കാര്യസാധ്യമല്ല. ഞാൻ ഒരു കാര്യസാധ്യത്തിന് എതിരല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. എല്ലാം നടക്കുമെന്നാണ് ഞാൻ പറയുന്നേ. പക്ഷേ നടക്കാനല്ല നമ്മൾ കർത്താവിനെ തേടുന്നത്. അത് നടന്നോളും. നമ്മുടെ പ്രയോറിറ്റി എൻ്റെ കർത്താവിനെ എനിക്ക് സ്നേഹിക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണം. എനിക്ക് ദൈവം എന്ത് തന്നു തന്നില്ല എന്നുള്ളതല്ല എൻ്റെ വിഷയം. തന്നാലും തന്നില്ലെങ്കിൽ എൻ്റെ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കും എന്ന് പറയാൻ പറ്റുന്നൊരു ജനത രൂപപ്പെടണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കരങ്ങൾ ഉയർത്ത്, കണ്ണടയ്ക്ക്, വിശ്വാസം വളരട്ടെ, കണ്ണടയ്ക്ക്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. ബന്ധനങ്ങൾ തകരട്ടെ, തെറ്റായ ബോധ്യങ്ങൾ വിട്ടുപോകട്ടെ, പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ചതിക്കുഴികൾ മാറിപ്പോവട്ടെ, അന്ധകാര ചിന്തകൾ മാറിപ്പോവട്ടെ, ജനത്തെ വഴിതെറ്റിക്കുന്ന പ്രവണതകൾ, പിശാച് ഒരുക്കുന്ന പ്രവണതകളെല്ലാം അവസാനിക്കട്ടെ. വചനത്തിലേക്ക്, ആരാധനയിലേക്ക്, ബലിപീഠത്തിലേക്ക് ദൈവജനത്തെ മടക്കിക്കൊണ്ടുവരുന്ന ദൈവ ശുശ്രൂഷകളെ ശക്തി പ്രാപിക്കട്ടെ. അഭിഷിക്തർ എഴുന്നേൽക്കട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. നിത്യജീവനിലേക്ക് ജനത്തെ നയിക്കുന്ന ദൈവ ശുശ്രൂഷകൾ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ കണ്ണും പൂട്ടി സ്നേഹിക്കുന്ന ഒരു ജനത ദേശത്ത് രൂപപ്പെടട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഈശോയേ. കരങ്ങളടിച്ച് അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ചൊല്ലി പാടിക്കേ. സീയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കഥകഥാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ചിന്തകളെ കാത്തുകൊള്ളും. ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത്. കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴിൽ താഴ്മയോടെ നിൽക്കണം. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല.
അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം. ഒന്നിനെക്കുറിച്ചും എനിക്ക് ആകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പരിപാലിക്കും. കരങ്ങളടിച്ച് പവർ പവർ പവർ. ദൈവം കൂടെയുള്ളതാ, സീയോൻ യാത്രയകൾ മനമേ ഭയമൊന്നു വേണ്ടിയും. സീയോൻ യാത്രയകൾ മനമേ ഭയമൊന്നു വേണ്ടിയും. ഈശോയേ, ഈശോയേ, എൻ്റെ സ്നേഹരാജാവേ, ഞാനങ്ങേ സ്നേഹിക്കുന്നു. 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 ഹല്ലേലൂയ. സങ്കീർത്തനം 47:1. ഇരിക്കാം. 73 സങ്കീർത്തനം 25 തിരുവചനം. സങ്കീർത്തനങ്ങൾ 73 വാക്യം 25 എടുത്തുറക്കെ വായിക്കുക. സങ്കീർത്തനങ്ങൾ 73 വാക്യം 25. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഒന്നുകൂടെ വായിക്കുക. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. നല്ല വചനമാണിത്. മനസ്സിലായോ? സ്വർഗത്തിലും ഭൂമിയിലും എൻ്റെ ശ്രദ്ധാകേന്ദ്രം, എൻ്റെ ഏകാഗ്രതയുടെ വിഷയം അങ്ങ് മാത്രമാണ്. സ്വർഗത്തിൽ വായിക്കുക. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഇനി വാക്യം 28 വായിക്കുക. വാക്യം 28. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. എന്നൊക്കെ പറഞ്ഞേ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഇനി 84 സങ്കീർത്തനം എടുത്ത് 84 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 84, സാംസ് 84, 84 വാക്യം 2. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കർത്താവിൻ്റെ ആലയം, ദേവാലയത്തിലെത്തുന്നത് ഇതെല്ലാം എത്രമാത്രം ആനന്ദകരമാണ് എന്ന് വിവരിക്കുന്ന സങ്കീർത്തനമാണത്. കോറഹിൻ്റെ മക്കളുടെ സങ്കീർത്തനമാണത്. അത് വായിക്കുക. സങ്കീർത്തനം 84:2. എൻ്റെ ആത്മാവും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന്, എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന്. ഇനി 122 സങ്കീർത്തനം 1 തിരുവചനം. സങ്കീർത്തനങ്ങൾ 122:1. ഒരു വ്യക്തിയുടെ സന്തോഷം ഏതെല്ലാം വിഷയങ്ങളിലാണ് എന്നാണ് ഞാൻ പറയുന്നത്. സങ്കീർത്തനം 122:1 വായിക്കാം. കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കണ്ടോ? സന്തോഷമെല്ലാം കിടക്കുന്നത് കർത്താവിൻ്റെ നിയമം, കർത്താവ് തന്ന രക്ഷ, കർത്താവിൻ്റെ ആലയം. ഇത്രയാണ് നമ്മൾ വായിച്ചത്. കർത്താവിൽ ആനന്ദിക്കുക. ഇനി കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദിക്കുക, കർത്താവ് തന്ന രക്ഷയിൽ ആനന്ദിക്കുക, കർത്താവിൻ്റെ ആലയത്തിൽ പോകുന്നത് സന്തോഷിക്കുക. ഇതൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ പറയുകയാണ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. 119 സങ്കീർത്തനം 162 വാക്യം. സങ്കീർത്തനങ്ങൾ 119 വാക്യം 162. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. വചനത്തിൽ ആനന്ദം. എന്നെ നോക്കിക്കേ. അതായത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് നമുക്ക് എല്ലാ ദൈവിക കൃപകളും ലഭിക്കും, എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും ലഭിക്കും.
അതിന് ഉള്ള മറ്റൊരു കുറുക്ക് വഴിയാണ്, ഇങ്ങോട്ട് നോക്ക്, ഈ പുസ്തകം. സ്വന്തമായിട്ടുണ്ടോ? വീട്ടിലൊരെണ്ണമല്ല, എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടാവണം. വായിക്കാൻ പഠിക്കണം. ഇനി ഒട്ടും കണ്ണൊന്നും കാണത്തില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് വായിപ്പിച്ച് കേൾക്കണം. ഇനി അങ്ങനെ വായിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഡാനിയലച്ചൻ 2025 ജനുവരി 1 മുതൽ വായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വായിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി വായിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, കേട്ടാൽ മതി. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്തിയാൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരും. കർത്താവിൻ്റെ വചനത്തിൽ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല, ഞാൻ വീണ്ടും പറയുന്നു. പക്ഷേ അനുഗ്രഹം എല്ലാം കിട്ടും. പക്ഷേ ഈ വചനത്തിൽ ഒരു സന്തോഷം. അത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കിട്ടിയാൽ ഇരുന്ന് ബൈബിള് വായിക്കണം. അങ്ങനെ ചേട്ടന്മാർ അങ്ങനെ ആയാലുണ്ടല്ലോ, ഞാൻ ചേട്ടന്മാരോട് പറയട്ടെ, ഇങ്ങോട്ട് നോക്കിയാൽ ചേട്ടന്മാരെ, നിങ്ങൾ ഇപ്പം ഇതൊക്കെ ഒരുമാതിരി ഭക്തിയും പ്രാർത്ഥനയൊക്കെ ഉള്ള ചേട്ടന്മാരാണല്ലോ കൺവെൻഷനൊക്കെ വരുന്നത്. അപ്പോൾ ഈ ചേട്ടന്മാരോട് ഞാൻ പറയുകയാണ്, ഇത്രയും ചേട്ടന്മാർ ജോലി ഒക്കെ കഴിഞ്ഞ് വന്ന് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ല, കുറച്ച് സമയം ദൈവവചനം എടുത്ത് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ വീട്ടിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാവും. കുടുംബനാഥൻ ബൈബിൾ എടുത്ത് വായിച്ചാൽ ആ വീട്ടിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സംഭവം പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അത് ഞാൻ പറയാം. ഒരു സംഭവം എൻ്റെ ചെറുപ്പത്തിൽ നടന്നതാണ്. ഞാൻ ഈ വചനം എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിയാൻ എന്നെ സഹായിച്ച 2-3 ഘടകങ്ങളുണ്ട് വീട്ടിൽ. ഒന്നാമത്തേത്, എനിക്ക് എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ ആയിരുന്നു. ഇപ്പോഴാണ് പിന്നെ അത് മാറിയത്. അപ്പം ഞാൻ ചോറുണ്ണുമ്പോഴൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പഞ്ചസാര പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറായാലും മതി, എന്തെങ്കിലും വായിക്കണം. അപ്പോൾ എന്നെ പലതവണ എൻ്റെ അമ്മ അടിച്ചിട്ടുണ്ട് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്നതിന്. അങ്ങനെ കിട്ടാവുന്നതല്ല, നാട്ടുമ്പുറമാണ്, കുഗ്രാമമാണ്, നിവൃത്തിയില്ലാത്ത വീടാണ്. പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാനുള്ള നിവൃത്തിയൊന്നുമില്ല, വായിക്കാനുള്ളതൊന്നും. ഇവിടെ അരി വാങ്ങിക്കാൻ കാശില്ലാത്ത വീടാണ്. അന്നേരമാണ് ഇനി വായിക്കാൻ കാശ് കൊടുത്ത് വാങ്ങി. അതുകൊണ്ട് ഈ വല്ലതൊക്കെ ഈ പൊതിഞ്ഞുകൊണ്ട് വരുന്നതും അങ്ങനെ ഈ പഴയ മാസികയും അങ്ങനെയൊക്കെ അതൊക്കെയാണ് വായിക്കുന്നത്. അങ്ങനെ വായിച്ച് ഒന്നും കിട്ടാതായപ്പോൾ ഞാൻ ഈ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അതാണ് ഒരു കാര്യം. രണ്ടാമത്, എൻ്റെ വല്യമ്മച്ചി, അപ്പൻ്റെ അമ്മ രാവിലെ എഴുന്നേറ്റിരുന്ന് വീട്ടിലിരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. അത് ഞാൻ എന്നും കണ്ടിട്ടുണ്ട്. ആ വല്യമ്മ വീട്ടിലുള്ള സമയത്തെല്ലാം ഈ അമ്മ വല്യമ്മച്ചി ഇങ്ങനെ ഇരുന്ന് രാവിലെ ഇരുന്ന് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കുന്നത് ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഉള്ളിൽ പതിഞ്ഞു കിടന്ന ഒരു ചിത്രമാണ്. മൂന്നാമതായിട്ട്, കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിൽ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ഒക്കെ ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അത് ഒരു വലിയ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സാമ്പത്തികമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീട് വിൽക്കാൻ തീരുമാനിച്ചു. താമസിച്ചിരുന്ന വീട് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പം അന്ന് ഈ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭകാലമാണ്, 80കളാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കള്ളിഷാപ്പിൽ ജോലി ഉണ്ടായിരുന്നൊരു ചേട്ടൻ ഡിവൈനിൽ പോയി ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് കള്ളിഷാപ്പിൽ ജോലി ഉപേക്ഷിച്ചു. ആ ചേട്ടൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല. അപ്പോൾ ആ ചേട്ടന് എല്ലാവരോടും സുവിശേഷം പറയണം. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് സുവിശേഷം പറയാൻ, ഇങ്ങനെ കുറ്റം പറയാനല്ല, പിന്നെ പ്രേരണ സുവിശേഷം പറയാനാണ്. അപ്പോൾ ഈ ചേട്ടന് ആരോട് സുവിശേഷം പറഞ്ഞാലും ഈ ചേട്ടനെ ആരും ശ്രദ്ധിക്കത്തില്ല. ഒന്ന്, അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനാണ്. രണ്ടാമത്തേത്, കള്ളിഷാപ്പിൽ ജോലി ഉണ്ടായിരുന്ന ചേട്ടനാണ്. ഇപ്പോൾ മാനസാന്തരപ്പെട്ടിട്ട് നീ ഞങ്ങളോട് സുവിശേഷം പറയാൻ വരുന്നു എന്നാണ് പരമ്പരാഗത ക്രിസ്ത്യാനി വിചാരിക്കുന്നത്. അതുകൊണ്ട് ആ ചേട്ടൻ പറയുന്ന ആര് കേൾക്കാത്തത് കൊണ്ട് ആ ചേട്ടൻ എന്നെ പിടിച്ച് നിർത്തി സുവിശേഷം പറയും. എനിക്ക് പോകണമെന്ന് പറയണമെന്നുണ്ട്, എന്നാലും ആ ചേട്ടൻ വലിയ ആളായതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്ന് കേൾക്കും. അങ്ങനെ ആ ചേട്ടന് പറയാനുള്ള സുവിശേഷം മുഴുവൻ കേട്ട ആളാണ് ഞാൻ. എന്നോട് പറയുകയാണ് ഇങ്ങനെ, എനിക്ക് പോകണമെന്ന് പറയണമെന്നുണ്ട്, എന്നാലും ഞാൻ വലിയ ചേട്ടനായതുകൊണ്ട് മിണ്ടാതെ നിന്ന് കേട്ടു. അപ്പോൾ ആ ചേട്ടൻ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ടീം ഉണ്ടാക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നീയും ഞാനുമാണ് ടീം. എനിക്ക് എത്ര വയസ്സ്? എനിക്ക് 10 വയസ്സ്. മനസ്സിലായി? 10ാമത്തെ വയസ്സിൽ കരിസ്മാറ്റിക് ടീമിൻ്റെ ഭാഗമായതാണ് ഞാൻ.
എൻ്റെ സമ്മതത്തോടു കൂടിയല്ല, ആ ചേട്ടൻ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊരു ടീം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിനി ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യാനുണ്ട്. എനിക്കൊന്നും മനസ്സിലായി, 10 വയസ്സേ ഉള്ളൂ, എനിക്കൊന്നും മനസ്സിലാകും. ഈ ചേട്ടൻ എന്തോ കുഴപ്പമുണ്ടെന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ, വേറൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും കുറേ നാൾ ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ പിടിച്ചിർത്തി ഇതെല്ലാം പറയുന്നത്. എൻ്റെ അപ്പനോ അമ്മയോ ഒന്നും പുള്ളി പറയുന്നത് കേൾക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ എന്നെ പിടിച്ച് നിർത്തി സുവിശേഷം പറച്ചിൽ. പിന്നെ ഞങ്ങളൊരു ടീമായി. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഒരു SH സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്. ഡോക്ടർ ബ്രാഹ്മണനായിരുന്നു, തമിഴ് ബ്രാഹ്മണൻ. പേര് സേതു സുബ്രഹ്മണ്യം. സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതം വായിച്ച് കർത്താവിനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ട ആളാണ്. സാധു സുന്ദർ സിംഗ് സിഖ് മതത്തിൽ നിന്ന് യേശുവിലേക്ക് വന്ന ഒരു മനുഷ്യനാണ്, ഒരു ദൈവ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ച് യേശുക്രിസ്തുവിലേക്ക് വന്ന ആളാണ് ഈ തമിഴ് ബ്രാഹ്മണനായിരുന്ന സേതു സുബ്രഹ്മണ്യം. ഞങ്ങളുടെ നാട്ടിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലിലെ ഒറ്റ ഡോക്ടറേ ഉള്ളൂ. ആ ഡോക്ടർ ഇതാണ്. ടീം ആരൊക്കെയാണെന്നറിയാമോ? ഈ ചേട്ടനും ഈ മാനസാന്തരപ്പെട്ടു വന്ന ഡോക്ടറും ഞാനും, ഞങ്ങളാണ് ടീം. അപ്പോൾ എന്നെ കൊണ്ട് ഈ ചേട്ടൻ പോയിട്ട് ഈ ആശുപത്രിയിൽ ചെന്ന് ഈ ഡോക്ടറുടെ മുറിയിലിരുന്ന് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഹാല 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 ഹാല, എനിക്കറിഞ്ഞൂടാ, ഞാനിങ്ങനെ അവർ ചെയ്യുന്ന ഇങ്ങനെ നോക്കി, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ അവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കും, സന്ദേശമൊക്കെ പറയും, പ്രവചിക്കും. ഞാനും ഇങ്ങനെ ഇരിക്കും. 10ാമത്തെ വയസ്സിലാണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെ ആ നാളുകളിൽ ഈ ചേട്ടൻ ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, എൻ്റെ അന്നത്തെ പേര് വിളിച്ചിട്ട്, ആ പേര് ഞാൻ പറയുന്നില്ല, ആ പേര് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ, എനിക്ക് കർത്താവ് ഇത്ര ദിവസത്തിനകം ഒരു വീട് തരുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, ഈ പരിശുദ്ധാത്മാവ് എങ്ങനെ പറയണേ, എനിക്കൂടെ പറഞ്ഞുതരാമോ? പരിശുദ്ധാത്മാവ് എങ്ങനെ പറയുന്നത്? അപ്പോൾ എനിക്കും പറയാമല്ലോ, ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കുവോ, പിന്നെ അങ്ങനെയൊക്കെ എനിക്കും അറിയാമല്ലോ പരിശുദ്ധാത്മാവ് പറയുന്നേ. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, അത് നമ്മൾ ഈ ബൈബിളിനെ, ദൈവവചനത്തെ കർത്താവിൻ്റെ വചനമായിട്ട് കണ്ടിട്ട്, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വചനം തുറന്നാൽ നമ്മുടെ ദൈവം ഈ വചനത്തിലൂടെ സംസാരിക്കും. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ആ ചേട്ടാ, ഈ ചേട്ടന് ഇത്ര ദിവസത്തിനകം വീട് കിട്ടുമെന്നേ. ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ വാടകയ്ക്കാണല്ലോ, വീട് കിട്ടുമെന്ന് എങ്ങനെ മനസ്സിലായേ? അപ്പോൾ ആ ചേട്ടൻ എന്നെ ബൈബിളിലെ ഒരു വചനം തുറന്ന് കാണിച്ചു തന്നു. എന്നോട്, എൻ്റെ മോനെ, ദൈവം ഈ വചനം സംസാരിച്ചു എന്ന് പറഞ്ഞു. ആ വചനം ഞാൻ വായിക്കാം. ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം, ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. വചനം എങ്ങനെയാണ്? അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയകാലത്തെന്ന പോലെ പണിതുയർത്തും. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ, ഈ വചനം വായിച്ചാൽ ചേട്ടന് വീട് കിട്ടുമെന്ന് എങ്ങനെ അറിയുന്നേ? ഇതിനകത്ത് പറയുന്നത് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിതുയർത്തും. ചേട്ടാ കേട്ടോണേ. അപ്പം ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, 10 വയസ്സുള്ള ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, ഇതെങ്ങനെയാണ് ചേട്ടൻ്റെ വീടാവുന്നത്? ഇത് ദാവീദിൻ്റെ വീണുപോയ കൂടാരമല്ലേ? അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നിനക്കറിയാവുന്ന എൻ്റെ ഒരു പേരുണ്ട്, ആ പേരാണ് നിനക്കറിയാവുന്നത്. എൻ്റെ മാമോദീസ പേര് ദാവീദ് എന്നാണ്, ദാവീദ്. ഇതെന്നോട് എൻ്റെ ദൈവം പറഞ്ഞാണ്. ഈ ചേട്ടൻ പറയാണ്, ഇതെൻ്റെ മാമോദീസ പേര് ദാവീദ് എന്നാണ്. ഇതെൻ്റെ ദൈവം എന്നോട് പറഞ്ഞാണ്, ദാവീദ്, നിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിതുയർത്തും. ഇനി എന്താ സംഭവിച്ചെന്നൂടെ ഞാൻ പറയട്ടെ. ഈ ചേട്ടൻ വിലക്ക് വാങ്ങിയത് ഞങ്ങളുടെ വീടാണ്. അങ്ങനെ ആമോസ് 9:11 കൊണ്ട് ഞങ്ങൾക്ക് വീട് പോയി, ആ ചേട്ടന് വീട് കിട്ടി. അപ്പോൾ അതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവവചനം വിശ്വസിക്കാത്തവർക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെടും, ദൈവവചനം വിശ്വസിക്കുന്നവന് കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ?
ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വചനം ആ മനുഷ്യൻ കള്ളുഷാപ്പിൽ ജോലിയുണ്ടായിരുന്ന കള്ളുഷാപ്പിലെ ജോലി കളഞ്ഞിട്ട് ബൈബിളും എടുത്ത് നാട്ടുകാരുടെ മുഴുവൻ ആക്ഷേപവും സഹിച്ച് അങ്ങനെ നാണം കെട്ട് വിഷമിച്ച് നടന്ന ആ മനുഷ്യൻ ഈ ബൈബിൾ എടുത്ത് ആർത്തിയോടെ കൊതിയോടെ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ചിത്രങ്ങളാണിതൊക്കെ. ഇതൊക്കെയാണ് ഒരുപക്ഷെ എന്നെ വചനത്തെ സ്നേഹിക്കാൻ പിന്നീട് സഹായിച്ചത്. ഞാൻ പറയുകയാണ്, കൊള്ള മുതൽ ഇനി എടുക്ക് സങ്കീർത്തനം 119 വാ. സങ്കീർത്തനം 119, 162 ഉറക്കെ വായിക്ക്. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ. വായിക്കാമോ? സങ്കീർത്തനം 119, 162 ഉറക്കെ വായിക്ക്. വലിയ കൊള്ള മുതൽ ലഭിച്ചവനെ പോലെ ഞാൻ അങ്ങയുടെ വചനത്തിൽ ആനന്ദിക്കുന്നു. വെറുതെ സമയം കളയാതെ ബൈബിൾ എടുത്ത് സീരിയസ് ആയിട്ടിരുന്ന് വീട്ടിലിരുന്ന് വായിക്കണം. വായിച്ചാൽ ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട് എനിക്ക്. ഓരോ കുടുംബത്തിലും ദൈവവചനം വായിക്കാൻ തുടങ്ങിയതിന് ശേഷമുണ്ടായ വ്യത്യാസങ്ങൾ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അനേകം മനുഷ്യർ കണ്ണുനീരോടെ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങിയത് ഞങ്ങൾ ദൈവവചനം വായിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കണം. ഇനി മറ്റൊരു വചനം എടുക്കാം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. മടുത്തോ? നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം കിട്ടിയവരെടുത്ത് ഉറക്കെ വായിക്കുക. ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 6. നിയമാവർത്തനം 6-ാം അധ്യായം, 4-ാം അധ്യായമല്ല, 6-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കാമോ? ഉച്ചത്തിൽ ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. വചനം പറയാണ് നിയമാവർത്തനം 6:4. ഇസ്രായേലേ കേൾക്കുക, ഷമ ഇസ്രായേൽ. ഇസ്രായേലേ കേൾക്കുക, ഹിയർ ഓ ഇസ്രായേൽ. ഷമ ഇസ്രായേൽ. വിലാപത്തിൻ്റെ മതിലിൽ തലയിടിച്ച് ഓരോ യഹൂദനും ഓരോ സന്ധ്യയിലും മധ്യാഹ്ന നേരത്തിൽ വിലാപത്തിൻ്റെ മതിലിൽ തലയിടിച്ച് ഇന്നും ചൊല്ലുന്ന പ്രാർത്ഥനയാണിത്. ഇസ്രായേലേ കേൾക്കുക, ഷമ ഇസ്രായേൽ. ഇസ്രായേലേ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവാണ് ഒരേ ഒരു കർത്താവ്. ദൈവം മാത്രമേ ഉള്ളൂ കർത്താവായിട്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. റോമാലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. റോമാലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. റോമർ 1:20-21. പെട്ടെന്ന് വായിച്ചോ. റോമർ 1:20-21 വായിക്കേ. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. 21. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ശ്രദ്ധിക്കുക, ദൈവത്തെക്കുറിച്ച് അറിയാം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതെല്ലാം കാറ്റക്കിസം ക്ലാസ്സിൽ അവർ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. വീട്ടിൽ ദൈവത്തെ ആരാധിക്കണം. എന്നെ ശ്രദ്ധിക്കാം, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ നാട്ടിൽ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളല്ലേ, പല സാംസ്കാരിക പശ്ചാത്തലങ്ങളുണ്ട്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ജീവിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന മണ്ണിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും അന്യദൈവ ആരാധനകൾ ഉണ്ടായിരുന്നതോ വേറെ ഏതെങ്കിലും പൂജകൾ ഒക്കെ ഉള്ളേ. ഞാൻ പറയുന്നത് എന്താ മനസ്സിലാവുന്നില്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പോൾ ചില ആളുകൾക്ക് ഒരു പേടിയുണ്ട്. എന്താണ് അത്? ഇനി ഞാൻ നശിപ്പിച്ചാൽ എനിക്കെന്തെങ്കിലും ദുരന്തം വരുമോ, എന്നെ പാമ്പ് ഒന്ന് കടിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ മനുഷ്യന് സ്വാഭാവികം. ഇപ്പം നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയ വസ്തുവിൽ യേശുക്രിസ്തുവിനെ ആരാധിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു ആരാധനാ രീതി ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മാറ്റുമ്പോൾ ചില ആളുകൾക്കെങ്കിലും പേടി വരും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ദൈവമക്കൾക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കർത്താവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വചനം ഞാൻ പറയാം. ആ വചനം ഇതാണ്, ലൂക്കാ 10:19.
ലൂക്ക 10:19. ഇത്തരം ഭയം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവർ ഈ വചന ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ലൂക്ക 10:19 എന്താണ്? ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മന്ത്രതന്ത്രങ്ങൾക്ക്, ആഭിചാരങ്ങൾക്ക്, ക്ഷുദ്രശക്തികൾക്ക്, മറ്റേതെങ്കിലും പൈശാചിക ശക്തികൾക്ക് ദൈവ പൈതലിൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല. ഇതെപ്പോഴാണ് സംഭവിക്കാമെന്നറിയാമോ? ഇത് നിങ്ങൾ വിശ്വസിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മർക്കോസ് 16-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഒരു തെറ്റിദ്ധാരണയും വേണ്ട ആർക്കും. ദൈവമക്കൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. മർക്കോസ് 16:15 മുതൽ വായിക്കേ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. ചേട്ടന്മാരെ, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം. ആരുടെ കൂടാണ് ഈ അടയാളങ്ങൾ ഉണ്ടാവുക? വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത വാക്യം, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആരാ? വിശ്വസിക്കുന്ന അച്ഛന്മാരെന്നാണോ പറഞ്ഞേക്കുന്നത്? വിശ്വസിക്കുന്ന കന്യാസ്ത്രീകളെന്നാണോ? വിശ്വസിക്കുന്ന കരിസ്മാറ്റിക് ശുശ്രൂഷകരെന്നാണോ? അല്ല, വിശ്വസിക്കുന്ന എല്ലാവരും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കുക. നിങ്ങൾക്ക് നമ്മുടെ കർത്താവിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കാലുകുത്തുന്നിടത്ത് പിശാച് ബഹിഷ്കരിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ചില ആളുകളൊക്കെ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല സൂക്ഷിക്കണം, പിശാച് അച്ഛനെ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ട്. അമ്മച്ചി, നമ്മൾ മനുഷ്യരല്ലേ അമ്മച്ചി? 10 പേരിങ്ങനെ പറയുമ്പോൾ നമുക്ക് പേടി വരും. അമ്മച്ചിക്ക് പേടി വരുമെന്ന് അറിയത്തില്ല, എനിക്ക് പേടി വരും. അമ്മച്ചിക്ക് ഒരു പേടിയില്ലെന്തോ. അപ്പോൾ ആവർത്തിച്ച് 4 ചുറ്റിൽ നിന്ന് മനുഷ്യനിങ്ങനെ പറയുകയാണ്, അച്ഛാ സൂക്ഷിക്കണേ, അച്ഛനെ പിശാച് നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ, എൻ്റെ കർത്താവേ, ഇങ്ങനെ പോയാൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? പേടി. മനുഷ്യൻ പേടിപ്പിക്കുക. അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ആ കടയിൽ പോയി ചായ കുടിക്കാൻ പറ്റത്തില്ല, ഈ കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, വഴിയിലുള്ള സകല കടയിലും കയറിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല താനും. അപ്പോൾ പേടിപ്പിക്കുകയാണ്. മൂത്ത ഭക്തന്മാരെല്ലാം കൂടെ പേടിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് കർത്താവ് തന്ന ബോധ്യം വർഷങ്ങളായിട്ട് എന്നെ എൻ്റെ കർത്താവ് സംരക്ഷിക്കുന്ന ബോധ്യം, വിശ്വാസം ഞാൻ പറയുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, നീ പിശാചിനെ പേടിക്കണ്ട, പിശാചിന് നിന്നെ പേടിയാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് എനിക്ക് മനസ്സിലാക്കാൻ ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ പീറയായ എന്നെ പിശാചിന് പേടിയോ? അപ്പോൾ ദൈവം എനിക്കൊരു വാക്യം കാണിച്ചു തന്നു. നിയമാവർത്തന പുസ്തകത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. ഹല്ലേലൂയ. വചനം പറയാണ്, നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ. നിയമാവർത്തനം 28:6 എന്താണ്? നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടുമെന്ന്. നീ പേടിക്കണ്ടെന്ന്. മനസ്സിലായോ? നിയമാവർത്തനം 28:10. നിയമാവർത്തനം 28:10 വായിക്കേ. നിയമാവർത്തനം 28:10. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ന്യായീകരിക്കുന്നില്ല എന്ന ജാമ്യം എടുത്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇസ്രായേൽ എന്ന രാജ്യം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഞാൻ ന്യായീകരിക്കുന്നില്ല
എന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു. കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്തെ ഇന്ന് ലോകം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ എഴുതപ്പെട്ട വചനം സത്യമായതുകൊണ്ട് മാത്രമാണ്. നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. ഹല്ലേലൂയാ. മനസ്സിലായോ? ലോകത്തിലെ വൻ ശക്തികൾ ഇസ്രായേൽ എന്ന കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഈ കൊച്ചു രാജ്യത്ത് ഇന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വചനം, ഈ എഴുതപ്പെട്ട വചനം സത്യമായതുകൊണ്ടാണ്. അപ്പൊ ഈ വചനം കാണിച്ചു തന്നിട്ട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ പിശാചിനെ പേടിക്കരുത്, പിശാചിന് നിന്നെ പേടിയാണ്. അപ്പോഴാണ് ഞാൻ റോമിലെ ഔദ്യോഗിക ഭൂതോച്ചാടകനായ എക്സോർസിസ്റ്റായ ഗബ്രിയേൽ അമോർത്ത് എന്ന വൈദികൻ എഴുതിയ ഒരു പുസ്തകം വായിച്ചത്. അതിൻ്റെ തലക്കെട്ട് ഇതാണ്: ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. സാത്താന് എന്നെ ഭയമാണ്. ഇതാണ് ഭൂതോച്ചാടകനായ ഗബ്രിയേൽ അമോർത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. സാത്താന് എന്നെ ഭയമാണ്. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. വിശ്വാസി പിശാചിനെ പേടിക്കുകയല്ല, പിശാചിന് വിശ്വാസിയെ പേടിയാണ്. അപ്പം ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ കാണാൻ തുടങ്ങി. എന്താണെന്നറിയാമോ? നമ്മൾ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ചില തടസ്സം, വഴിയിൽ തടസ്സം, എത്താൻ പറ്റില്ല, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയാണ്. എത്തും, പക്ഷെ തടസ്സം ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, മറ്റു അസ്വസ്ഥത. അപ്പം ഞാനിത് കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചപ്പോൾ ദൈവം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സാത്താന് നിന്നെ പേടിയാന്ന്. നീ വരാതിരിക്കാൻ അവൻ തടസ്സം ഉണ്ടാക്കാൻ നോക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? ദ ഹോൾ തിങ് ഈസ് റിവേഴ്സ്ഡ്. എൻ്റെ ഉള്ളിൽ നിന്ന് എന്നേക്കുമായി പൈശാചിക ഭയം ദൈവം എടുത്തു മാറ്റിയ ദൈവിക ബോധ്യമാണിത്. വിശ്വാസിക്ക് പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല, പിശാച് പേടിച്ചോണം. ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും. ഞാൻ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ, അവിടെ റുവാണ്ടയിൽ ചെന്ന സമയത്ത് ഞാൻ വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞ് എന്നാൽ ഒരു നല്ല കാപ്പിയൊക്കെ കുടിച്ചിട്ട്, എനിക്ക് 7 മണിക്ക് അടുത്ത സെഷനുണ്ട്. അപ്പോൾ എന്നാൽ ഒരു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് 7 മണിക്ക് കയറാൻ നിർത്തി ഞാനിരിക്കുമ്പോൾ, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ ശക്തമായിട്ട് പ്രേരണ തരികയാണ്. പെട്ടെന്ന് കുളിച്ചിട്ട് ഓടിപ്പോ, പള്ളി പോ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രേരണ തരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം കുളിപ്പിച്ച. ഞങ്ങൾ ആണുങ്ങൾ പെട്ടെന്ന് കുളിക്കും കേട്ടോ ചേച്ചിമാരെ, ഞങ്ങൾ ആണുങ്ങൾ വേഗം കുളിക്കും. അപ്പോൾ പെട്ടെന്ന് കുളിച്ചിട്ട് ഞാൻ വേഗം തല തോർത്തി ഡ്രസ്സ് ചെയ്ത് ഞാൻ ചാപ്പലിലേക്ക് ഓടി. അപ്പോൾ എൻ്റെ കൂടെ 2 പേരൂടുണ്ട്, ടീമിൽ 2 പേരൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ 2 പേരും കൂടെ വിളിച്ചു, വേഗം വാ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറയുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്താ കാര്യമെന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങളിങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി. ആ സമയത്ത് കർത്താവേ എന്തിനാണ് ഇപ്പോൾ പ്രാർത്ഥിപ്പിക്കുന്നത് എന്ന് മനസ്സിലിങ്ങനെ ചോദിച്ചിട്ട് ഞാൻ വചനം തുറന്നപ്പോൾ തീച്ചൂളയിൽ 3 ചെറുപ്പക്കാരിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 4മതൊരുവൻ ഇറങ്ങി വരുന്നു എന്നുള്ള ആ വചനം ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു അഗ്നി പരിശോധനയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അതിൽ 3 പേരിൽ ഒരാൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫോണടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട്, അപ്പോൾ അച്ഛൻ വിളിക്കുകയാണ്, അവിടുന്ന് അച്ഛൻ വിളിക്കുകയാണ്, ഈ ആളുകളെയും കൊണ്ട് ആ പള്ളിയിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ വണ്ടിയുടെ പുറകിൽ വേറൊരു ബസ് വന്ന് ഇടിച്ചു. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പ്രേരണ എന്ന് ഞങ്ങളൊരു 1/2 മണിക്കൂറായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ ഒന്നും പേടിക്കാനില്ല. അല്ല, അവിടുന്ന് വിളിച്ച ആൾ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, ഗ്ലാസ് പൊട്ടിയതേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല, വണ്ടിയുടെ ആ പുറകിലത്തെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അത് ശരിയാക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല, കേട്ടോണേ. അപ്പം ഞാൻ വൈകുന്നേരം അത്താഴം കഴിക്കാനായിട്ടിരുന്നപ്പോൾ അച്ഛൻ്റെ മുഖത്ത് നല്ല വിഷമം. ഞാൻ ചോദിച്ചു, അച്ഛനെന്താ വിഷമം? അപ്പോൾ പറഞ്ഞു, അല്ല എന്നാലും ആ വണ്ടി ഇടിച്ചല്ലോ. ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സാത്താൻ ഒരു ചെറിയ ഡാമേജ് ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവന് മറക്കാൻ പറ്റാത്തൊരു നാശം ഇന്നുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. മനസ്സിലായത് നിങ്ങൾക്ക്?
അവൻ നമുക്ക് ചെറിയ ഒരു ഡാമേജ് ഉണ്ടാക്കിയെങ്കിൽ അതിനർത്ഥം അവന് നമ്മൾ മറക്കാൻ പറ്റാത്തൊരു ഉപദ്രവം ഇന്ന് അവന് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ഹല്ലേലൂയ. ഒരുപാട് ദൈവമക്കൾ ഇന്ന് വിടുവിക്കപ്പെട്ടു, അതിൻ്റെ അടയാളമാണത്. പറഞ്ഞ ഹല്ലേലൂയ. അച്ഛൻ പെട്ടെന്ന് സന്തോഷവാനായിട്ട് മാറി, അച്ഛന് സന്തോഷമായി. നിങ്ങൾ മനസ്സിലായോ? നമ്മൾ പിശാചിനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. സാത്താൻ അതാണ്. അപ്പോൾ ഇനി മർക്കോസിലേക്ക് തിരിച്ചു വരിക. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വായിക്കുക. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഉറക്കെ വായിക്കുക. മർക്കോസ് 16:15 മുതൽ. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അടുത്ത വാക്യം, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും. അടുത്തത്, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 2016 മൗണ്ട് കാർമൽ നിൽക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ആ തൊട്ടടുത്തുള്ള കോളനിയിലെ പല ആളുകളും എന്നോട് പറഞ്ഞിരുന്നു, എന്നെ വിളിച്ചിരുന്നത് തോട്ടത്തിലച്ചാന്നാണ്. എൻ്റെ പേര് ഹൈന്ദവ സഹോദരങ്ങളാണ്, അവർക്ക് എൻ്റെ പേരെന്ന് അറിഞ്ഞുകൂടാ. ഫാദർ ഡാനിയൽ എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ വലിയൊരു എസ്റ്റേറ്റിനകത്ത് 10-36 ഏക്കർ ഉള്ളൊരു എസ്റ്റേറ്റിനകത്ത് ഞാൻ ഒരു മനുഷ്യൻ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ച പേരെന്താണ്? തോട്ടത്തിലച്ഛൻ. തോട്ടത്തിലച്ഛൻ. രാത്രി 2 മണിക്കൊക്കെ വന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. തോട്ടത്തിലച്ചാ എൻ്റെ മോനെ അവിടെ കള്ളു കുടിച്ചിട്ട് തൂങ്ങാൻ നിൽക്കുന്നു, തോട്ടത്തിലച്ചാ ഒന്ന് വരുമോ എന്ന് പറഞ്ഞിട്ട് എന്നെ ചേച്ചിമാർ വന്ന് കോളനിയിലോട്ട് വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. തോട്ടത്തിലച്ഛൻ. ഞാൻ തിരുത്താനൊന്നും പോയില്ല. എന്നെ അങ്ങനെ ഒന്നും വിളിക്കരുത്, എന്നെ ഡാലി അങ്ങനെ. തോട്ടത്തിലച്ഛനെങ്കിൽ തോട്ടത്തിലച്ഛൻ, തെറിയൊന്നുമല്ലല്ലോ വിളിച്ചത്. അപ്പോൾ ഏതായാലും എന്നോട് ഈ കോളനിയിലുള്ള ചേച്ചിമാർ പറഞ്ഞു, തോട്ടത്തിലച്ചാ സൂക്ഷിക്കണം, അച്ഛൻ താമസിക്കുന്ന സ്ഥലം പാമ്പും കാടാണ്. പാമ്പും കാട്, അവിടെ പാമ്പാണ് ഏറ്റവും കൂടുതൽ. അപ്പം അന്ന് കൈതക്കാടുകളുണ്ട് അവിടെ നിറയെ. അവർ പറയുന്നു, അച്ഛാ എപ്പോഴും അവിടെ ഞങ്ങൾ പേടിച്ചിട്ട് പോത്ത് പോലും ഇല്ല, ആ വഴി കൂടെ പോലും പോകത്തില്ല, പാമ്പാണ് അച്ഛാ മൊത്തം. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. 2016 അവിടെ ചെന്നത് മുതൽ 2024 വരെ ഞാൻ ഒരൊറ്റ തവണ മാത്രം ദൂരെ, അതൊരാൾ എന്നോട് പറഞ്ഞ് കാണിച്ചു തന്നപ്പോൾ, അച്ഛാ അതുകൊണ്ടൊരു പാമ്പ് എഴിഞ്ഞു പോകുന്ന കണ്ടോന്ന്, ഒറ്റ തവണ ദൂരെ, കൺമുമ്പിലെങ്ങും അല്ല, ദൂരെ. അത് വണ്ടിയിലിരുന്നിട്ട് ഒരാൾ കാണിച്ചു തന്നപ്പോൾ, ആ വഴി ഇറങ്ങി താഴോട്ട് ചെന്നപ്പോൾ ഞാൻ പാമ്പിനെ കണ്ടിട്ടേ ഇല്ല. പാമ്പില്ലാഞ്ഞിട്ടല്ല, എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ വഴിയിൽ പാമ്പ് വരില്ല. പറഞ്ഞ ഹല്ലേലൂയ. അത് ഞാൻ പുണ്യാളനായോണ്ടല്ല, കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയാം? എന്താ? അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിതിനെ, അതായത് ഞാൻ പറഞ്ഞു വരികയാണ്, ഒരു ആഭിചാര ശക്തിയെയും വിശ്വാസി ഭയപ്പെടേണ്ടതില്ല. ഇത്രയും പിടി കിട്ടിയോ? അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കരങ്ങൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഇനി എന്നെ കേട്ടെ, ശ്രദ്ധിക്ക്, ലിസൺ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പറമ്പിൽ ദൈവത്തെ ആരാധിക്കണം. ഇത് വിട്ടുകളയരുത്. എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്കെൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലായൊരു സത്യം ഞാൻ പറയാം. പിശാച് ശക്തി പ്രാപിക്കുന്നത് മുഴുവൻ അവൻ ആരാധന കിട്ടുമ്പോഴാണ്. പിശാചിൻ്റെ ശക്തി കൂടുന്നത് അവൻ ആരാധന കിട്ടുമ്പോഴാണ്. ദൈവത്തിന് അങ്ങനെ ശക്തി കൂടില്ല. ദൈവത്തിനുള്ള ശക്തി ആദ്യം മുതൽ എന്നേക്കും എപ്പോഴും ഒരുപോലാണ്. പിശാചിൻ്റെ ശക്തി കൂടുന്നത്, ഒരു സ്ഥലത്തുള്ള പൈശാചിക സ്വാധീനം വർദ്ധിക്കുന്നത് അവൻ ആരാധന കൊടുക്കുമ്പോഴാണ്. മനസ്സിലായോ? അപ്പം അവൻ ആരാധന കൊടുക്കാതെ നിങ്ങൾ യേശുവിനെ ആരാധിച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ യേശുവിനെ ആരാധിച്ചാൽ, ആരാധിക്കുന്നതിനനുസരിച്ച് സാത്താൻ്റെ ശക്തി കുറഞ്ഞു പോകും. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു സാധനം വീട്ടിൽ മുടക്കരുത്. പാടി പ്രാർത്ഥിച്ച് ബൈബിള് വായിച്ച് കൊന്ത ചൊല്ലി ആരാധിച്ച് രാവിലെയും വൈകിട്ടും ദൈവമക്കള് കർത്താവിനെ ആരാധിച്ചാൽ പറമ്പിലല്ല, പഞ്ചായത്തിൽ പോലും സാത്താന് സ്വാധീനം ഉണ്ടാവില്ല. പറഞ്ഞ ഹല്ലേലൂയ. സകല ദുഷ്ടശക്തിയുടെ ഉപദ്രവത്തിൽ നിന്നും കർത്താവ് സംരക്ഷിക്കും. നമുക്കിപ്പോൾ
നമ്മൾ ജീവിക്കുന്ന ഒരു മണ്ണ്, നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഒക്കെ നല്ല മുഴുവൻ പരിശുദ്ധാത്മാവ് മാത്രമേ ഉണ്ടാകാവൂ അവിടെ. അതെങ്ങനെയാ? നിങ്ങൾ ഇറങ്ങി നടന്ന് പ്രാർത്ഥിക്കണം, ഇറങ്ങി നടന്ന് ബൈബിൾ വായിക്കണം, വീട്ടിലെ ഓരോ മുറിയിലൂടെ നടന്ന് ബൈബിൾ വായിക്കണം, വീടിൻ്റെ ചുറ്റിനും നടന്ന് ജപമാല ചൊല്ലണം. ഞാൻ ഈ കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം ഉപ്പും വെള്ളമൊക്കെ വെഞ്ചരിച്ച് തരാം. ഉപ്പും വെള്ളമൊക്കെ കൊണ്ടുപോയി പറമ്പിൽ കിടണം, മണ്ണ് വെഞ്ചരിക്കണം, ജെറീക്കോ പ്രാർത്ഥന പറമ്പിൽ കൂടെ നടത്തണം. എന്നറിയോ, ആ അന്തരീക്ഷം മുഴുവൻ പരിശുദ്ധാത്മാവായിരിക്കും. അവിടെ തിന്മയ്ക്ക് സ്വാധീനമില്ല. വഴക്ക്, കലഹം, ലഹള, വർഷങ്ങളായിട്ടുള്ള അടിമത്തം, മക്കളുണ്ടാവാത്ത അവസ്ഥ, അടിക്കടി ഉണ്ടാവുന്ന രോഗപീഠകൾ, കന്നുകാലികൾ വാഴാത്ത അവസ്ഥ, ഇഴജന്തുക്കളുടെ ഉപദ്രവം, കൃഷി നശിപ്പിക്കും, എല്ലാ അന്ധകാരവും പോവും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലാണ്. അതുകൊണ്ട് പ്രിയമക്കളെ, ഞാൻ പറയാൻ ആഗ്രഹിച്ചതാണ്, കർത്താവിനെ ലക്ഷ്യം വെച്ച് സ്നേഹിച്ച് ജീവിക്കണം. റെഡിയാണോ? അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്ക് തയ്യാറെടുക്കാം. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ.